പേര് രാജു. ഞാൻ കരുനാഗപ്പള്ളിക്കടുത്ത കന്നേറ്റി നിവാസിയാണ്. ഇവിടെ ആദ്യം മുതലുള്ള പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും എൻ്റെ ഒരു സംശയത്തിന് നിവാരണം ചെയ്യാൻ വേണ്ടിയാണ്. അതായത് ഇസ്ലാമിൽ ഖബറാരാധന പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിൽ? അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് വ്യാപകമാകുന്നു? അതിന് രണ്ട് ഉദാഹരണങ്ങൾ. ഞാൻ കരുനാഗപ്പള്ളി നിവാസിയായതുകൊണ്ട് അവിടെ തന്നെ 2 പള്ളികളുണ്ട്. ഇവിടുത്തെ പ്രസംഗത്തിൽ നിന്നും അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു ശക്തിയെയും സ്രഷ്ടാവിനെ അല്ലാതെ ആരെയും വിളിക്കരുത് എന്ന് പറയുന്നത് നിത്യം ഇപ്പം തന്നെ അടുത്ത കാലങ്ങളിലൊക്കെ മരിക്കുന്നവരെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് അവരുടെയൊക്കെ കബറുകൾ പ്രദർശിപ്പിച്ച് പള്ളികളിൽ, അതടുത്ത് തന്നെ പ്രശസ്തമായൊരു പള്ളി ഓച്ചിറയിൽ, പിന്നെ കരുനാഗപ്പള്ളി 11 ഷേഖന്മാർക്ക് പള്ളി, പിന്നെ വായാരത്ത് പള്ളി. അതുകൊണ്ട് ഇങ്ങനെ എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. ഇങ്ങനെ ഒരു ആരാധന ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് തരത്തിലാണെന്ന് പറഞ്ഞു തരണം. ഇവിടെ സുഹൃത്ത് രാജു അല്ലേ? രാജു ചോദിച്ചിട്ടുള്ളത് മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഖബർ ആരാധനയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ വിഷയാവതരണത്തിൽ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചൊരു സത്യമുണ്ട്. പ്രവാചകന്മാർ മുഴുവനും ഒരേപോലെ പഠിപ്പിച്ച അടിസ്ഥാനപരമായ ആദർശം എന്തായിരുന്നു? ആ ആദർശത്തിലേക്കാണ് ഇസ്ലാം, പരിശുദ്ധ ഖുർആൻ മനുഷ്യരെ ക്ഷണിക്കുന്നത്. ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി, യാ അയ്യുഹന്നാസ് യഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന മാത്രമാകുന്നു. എങ്കിലേ നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ച് ദൈവിക മാർഗദർശന പ്രകാരം ജീവിക്കുന്ന മുത്തഖികളായി തീരുകയുള്ളൂ. ആ നാഥൻ ആരാണ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്കൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ഈ 2 വചനങ്ങൾ പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 21-22 വചനങ്ങളാണ്. ആരാണ് ആ നാഥൻ? അവനാണ് നിങ്ങൾക്ക് ഭൂമിയെ നിങ്ങൾക്ക് വേണ്ടി മെത്തയാക്കി തന്നവൻ, ഉപരിലോകത്തെ നിങ്ങൾക്ക് വേണ്ടി മേൽക്കൂരയാക്കി തന്നവനും അവനാണ്. ആ ഉപരിലോകത്തിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ ജലഗണങ്ങളെ ഉറക്കി തന്നവൻ അവനാണ്. ആ ജലഗണങ്ങൾ ഉപയോഗിച്ച് ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ സസ്യലതാദികളെയും ഫലമൂലാദികളെയും ഉൽപ്പാദിപ്പിച്ചു തന്നവൻ അവനാണ്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അവന് സമന്മാരെ ഉണ്ടാക്കരുത്. നിങ്ങൾ ആരാധിക്കേണ്ടത്, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ നേർച്ച വഴിപാടുകൾ നടത്തേണ്ടത് സൃഷ്ടികർത്താവായ തമ്പുരാന് മാത്രമാകുന്നു. ഇതാണ് ഇസ്ലാം സവിശേഷമായി ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന അടിസ്ഥാനപരമായ തത്വം. ലോകത്ത് വ്യത്യസ്ത മതദർശനങ്ങളെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു അടിസ്ഥാനപരമായ യാഥാർത്ഥ്യത്തിലേക്ക് ഇവിടെ ശ്രദ്ധ ക്ഷണിക്കുകയുണ്ടായി. എന്താണത്? ക്രിസ്തു യേശു പഠിപ്പിച്ചത്, യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചത് എൻ്റെ നാഥനായ തമ്പുരാനെ ആരാധിക്കണമെന്നാണ്. നീ നിന്റെ ദൈവമായ കർത്താവിനെ മാത്രം നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കുക എന്ന് യേശു മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് നമ്മൾ ബൈബിളിൽ നിന്ന് വായിക്കുന്നു. ആരാധിക്കേണ്ടത് നിന്റെ നാഥനായ കർത്താവിനെ മാത്രമാണ് എന്ന് പഠിപ്പിച്ച യേശുവിൻ്റെ പാത പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച പാതയാണ്. അതേപോലെ തന്നെ ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഈ അടിസ്ഥാന ആദർശമാണ്. യജുർവേദത്തിൻ്റെ 40-ാം അധ്യായത്തിലെ 9-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇതേ കാര്യം തന്നെ ഈശാവാസ്യോപനിഷത്തിലെ 12-ാമത്തെ ശ്ലോകത്തിലും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ്? അന്തം തമഹ പ്രവിശന്തിയെ സംഭൂതി മുഭാസതേ തതോ ഭൂയ ഇവതേ തമോ യഉ സംഭൂതിയാം രഥഃ എന്ന്. അന്ധകാരത്തിലാണ്, നരകത്തിലാണ് പതിക്കാൻ പോകുന്നത്. ആരാണ്? ദേവപിതൃമാനവാദികളെ, നശ്വരങ്ങളാകുന്ന, നശിച്ചു പോകുന്ന, ജനിക്കുകയോ മരിക്കുകയോ ചെയ്യുന്ന വസ്തുക്കളെ ആരാധിക്കുന്നവർ, ഉപാസിക്കുന്നവർ ഘോരമായ അന്ധകാരത്തിൽ, നരകത്തിലാണ് പതിക്കാൻ പോകുന്നത്. മറിച്ച് ആരാധിക്കേണ്ടത് അനശ്വരനായ പരമാത്മാവിനെയാണ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ചത് സർവേശ്വരനായ തമ്പുരാനെ മാത്രം ആരാധിക്കണമെന്ന ആശയമാണ്. ഖുർആനും പറയുന്നു സർവേശ്വരനായ തമ്പുരാനെ മാത്രം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന ആശയം പഠിപ്പിച്ചുകൊണ്ടല്ലാതെ ലോകത്തൊരു പ്രവാചകനെയും അയച്ചിട്ടില്ല എന്ന്.
പിന്നെ എന്തുകൊണ്ട് വ്യത്യസ്ത മതസമൂഹങ്ങൾ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം, ഏതൊരു ആശയത്തിലേക്കാണോ പ്രവാചകന്മാർ മനുഷ്യരെ ക്ഷണിച്ചത്, ആ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച് ആ പ്രവാചകന്മാരെ തന്നെ, പുണ്യപുരുഷന്മാരെ തന്നെ ആരാധിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ആ സമൂഹത്തിൽ ഉണ്ടായി എന്ന്, അങ്ങനെയാണ് ആ സമൂഹങ്ങൾ വ്യത്യസ്ത മതസമൂഹങ്ങളായി മാറിയത്. യഥാർത്ഥത്തിൽ നിങ്ങൾ മതങ്ങളുടെ ചരിത്രമെടുത്താൽ ഒരൊറ്റ പ്രവാചകനും തങ്ങളുടെ പേരിലോ തങ്ങളുടെ സമുദായത്തിൻ്റെ പേരിലോ തങ്ങളുടെ പ്രദേശത്തിൻ്റെ പേരിലോ മതം സ്ഥാപിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ മുൻപുള്ള പ്രവാചകന്മാരുടെ മുഴുവനും സമുദായങ്ങൾ ഏതൊരു ആദർശം പഠിപ്പിക്കപ്പെട്ടുവോ ആ ആദർശം പഠിപ്പിക്കപ്പെട്ട ആദർശത്തിന് വിരുദ്ധമായി പ്രവാചകന്മാരെ തന്നെ ആരാധിക്കുവാൻ, അവരെ തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചപ്പോൾ ആ പ്രവാചകന്മാർ പഠിപ്പിച്ച തത്വത്തിന് വിരുദ്ധമായി വ്യത്യസ്ത മതസമൂഹങ്ങൾ ഉണ്ടായിത്തീർന്നു. അതുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ പൂർത്തീകരിച്ചുകൊണ്ട് കടന്നു വന്ന അന്തിമ പ്രവാചകൻ, സൃഷ്ടിപൂജ അന്തിമ പ്രവാചകന്റെ അനുയായികളിൽ ഒരിക്കലും കടന്നു വരാൻ സാധ്യമല്ലാത്ത വിധം കൃത്യമായി വ്യക്തമായി കാര്യങ്ങൾ പഠിപ്പിക്കുകയും അതിനനുസൃതമായി സമൂഹത്തെ പരിശീലിപ്പിക്കുകയും ചെയ്തു. ഒരു മുസ്ലിം ദിവസേന 17 തവണ ഏറ്റവും ചുരുങ്ങിയത് നിർബന്ധമായും ആവർത്തിച്ച് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുന്നിൽ നിന്ന് പ്രതിജ്ഞയെടുക്കണം, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന്. ഇത് നിർബന്ധമായും ഒരു മുസ്ലിം, അയാൾ മുസ്ലിമാണെങ്കിൽ 17 തവണ നിർബന്ധമായും അയാൾ ആവർത്തിച്ച് സർവേശ്വരനായ തമ്പുരാന്റെ മുന്നിൽ എടുക്കേണ്ട പ്രതിജ്ഞയാണ്. എന്താണ് ഈ പ്രതിജ്ഞയുടെ അർത്ഥം? സർവേശ്വരനായ തമ്പുരാനെ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. എന്താണ് ഈ ആരാധന? എന്താണ് ഈ ആരാധന? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ എന്താണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു. ജാമിഉ തുർമുദിയിലെ ഹദീസിലൂടെ അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആയാകുന്നു ആരാധന, ഇബാദത്ത്. അവ ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ എന്ന് പറഞ്ഞാൽ വിളിച്ചു പ്രാർത്ഥിക്കലാകുന്നു, പ്രാർത്ഥനയാകുന്നു. സർവശക്തനായ തമ്പുരാനോട് മാത്രമേ ഒരു മനുഷ്യർ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥനയിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ എന്തും ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. ഈ തത്വത്തിന് വിരുദ്ധമായി ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അയാൾ ഇസ്ലാമിക വൃത്തത്തിന് പുറത്തേക്ക് പോവുകയാണ്. സർവേശ്വരനായ തമ്പുരാനല്ലാത്തവരെ ആരാധിക്കുമ്പോൾ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്താണ് സർവേശ്വരനായ തമ്പുരാനെ അല്ലാത്തവരെ ആരാധിക്കുന്നത്? അത് ആരെ ആരാധിക്കുന്നു എന്ന പ്രശ്നമില്ല, ആരെ ആരാധിക്കുന്നു എന്ന പ്രശ്നമില്ലാതെ ഇസ്ലാമിക വൃത്തത്തിന് പുറത്തു പോകുന്ന പ്രവർത്തനമാണ് എന്താണ് ഇസ്ലാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് ഇവിടെ ആരാധന എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ആരാധനയും ആദരവും തമ്മിലുള്ള വ്യത്യാസം. ആരാധന എന്ന് ആരാധിക്കുവാൻ പാടില്ല സർവശക്തനായ തമ്പുരാനല്ലാത്തവരെ എന്ന് പറയുമ്പോൾ ആദരിക്കുവാൻ, ആരെയും ആദരിക്കുവാൻ പാടില്ല എന്നല്ല പറഞ്ഞതിനർത്ഥം. സർവശക്തനായ തമ്പുരാനല്ലാത്തവരെ ആരാധിക്കുവാൻ പാടില്ല എന്ന് പറയുമ്പോൾ സർവശക്തനായ തമ്പുരാനല്ലാത്ത ആരെയും ആദരിക്കുവാനോ ബഹുമാനിക്കുവാനോ അവരുടെ മാർഗമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനോ പാടില്ല എന്നല്ല അർത്ഥം. മറിച്ച് ആ കൃത്യമായ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ അയാൾ ശ്രീരാമനെ ആദരിക്കുമ്പോൾ മുസ്ലിമാണ്, ശ്രീരാമനെ ആദരിക്കുമ്പോൾ മുസ്ലിമാണ്, ശ്രീകൃഷ്ണനെ ആദരിക്കുമ്പോൾ മുസ്ലിമാണ്. പക്ഷേ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു. അതേപോലെ തന്നെ ഒരാൾ ക്രിസ്തു യേശുവിനെ ആദരിക്കുമ്പോൾ മുസ്ലിമാണ്, അദ്ദേഹത്തെ ബഹുമാനിക്കുമ്പോൾ മുസ്ലിമാണ്. എന്നാൽ അദ്ദേഹത്തെ ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു. ഇതേപോലെ തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുമ്പോൾ, അദ്ദേഹത്തെ ബഹുമാനിക്കുമ്പോൾ, അദ്ദേഹത്തെ പിന്തുടരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമ്പൂർണ്ണമായി സ്വന്തം ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കുമ്പോൾ ഒരാൾ മുസ്ലിമാണ്. അതേസമയം അദ്ദേഹത്തെ ആരാധിക്കുവാൻ ആരംഭിക്കുമ്പോൾ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്നു. ഈ ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തരികയും ചെയ്തു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. എന്താണ് ആ വ്യത്യാസം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പഠിപ്പിച്ച അടിസ്ഥാനപരമായ ആദർശങ്ങളുണ്ട്. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്, നിങ്ങൾ
മുൻപുള്ള സമുദായങ്ങൾ അഥവാ യഹൂദന്മാരും ക്രൈസ്തവരും അവരുടെ പ്രവാചകന്മാരെ ആദരിച്ചതുപോലെ എന്നെ ആദരിക്കരുത്. അവരുടെ പ്രവാചകന്മാരെ യഹൂദ ക്രൈസ്തവർ എങ്ങനെയാണോ ആദരിച്ചത് അങ്ങനെ എന്നെ നിങ്ങൾ ആദരിക്കരുത്. എൻ്റെ ഖബറിടം നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുത്. കൃത്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. നിങ്ങൾ എൻ്റെ ഖബറിടത്തെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. എന്നെ മറ്റുള്ള ആളുകൾ ആദരിച്ചതുപോലെ നിങ്ങൾ ആദരിക്കരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കാത്ത ഒരാൾ ഒരിക്കലും മുസ്ലിം അല്ല. പ്രവാചകനെ ആദരിക്കാത്തവൻ, പ്രവാചകനെ ബഹുമാനിക്കാത്തവൻ, പ്രവാചകന്റെ ജീവിതത്തിൽ എല്ലാ സ്ഥലവും ഒരേപോലെ മാതൃകായോഗ്യമാണ് എന്ന് വിശ്വസിക്കാത്തവൻ മുസ്ലിം അല്ല. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ വചനത്തിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പടച്ച തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആ പ്രവാചകനിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാതം മുതൽ പ്രദോഷം വരെയും പ്രദോഷം മുതൽ പ്രഭാതം വരെയുമുള്ള ജീവിതത്തിൽ പൂർണ്ണമായ മാതൃകയുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടതുകാൽ എടുത്തു വെച്ചുകൊണ്ടാണ് ടോയ്ലറ്റിലേക്ക് കുളിമുറിയിലേക്ക് കയറിയത് എന്നതുകൊണ്ട് അതേപോലെ ഇടതുകാൽ എടുത്തു വെച്ചുകൊണ്ട് കുളിമുറിയിലേക്ക് കയറുന്നതിൽ മാതൃകയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ജീവിതത്തിന്റെ ഏത് രംഗത്തായിരുന്നാലും അവിടെയെല്ലാം അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുധാവനം ചെയ്യേണ്ടതുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നത് പോലെ ഒരു മറ്റൊരാളെയും ആദരിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഗുണങ്ങളും ഒരേപോലെ, എല്ലാ സദ്ഗുണങ്ങളും ഒരേപോലെ സമ്മേളിച്ച മഹത് വ്യക്തിയായിരുന്നു എന്ന് വിശ്വസിക്കുന്ന, എന്ന് വിചാരിക്കുന്ന, എന്ന് പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ. പക്ഷെ ആ മുസ്ലിങ്ങൾക്ക് ഈ പ്രവാചകനെ സകല ഗുണങ്ങളുടെയും സമ്പൂർണ്ണ സമ്മേളനമായ അന്തിമ പ്രവാചകനെ ആരാധിക്കുവാൻ അവകാശമുണ്ടോ, ആരാധിക്കുവാൻ പാടുണ്ടോ? പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല ആ ആരാധന എപ്പോൾ കടന്നു വരും എന്നും പഠിപ്പിച്ചു. എന്താ? എൻ്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുതേ. എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി മാറ്റരുതേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയ്യോയുടെ സമൂഹത്തോടുള്ള അഭ്യർത്ഥനയാണിത്. ആ അഭ്യർത്ഥന പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള പ്രാർത്ഥന പടച്ച തമ്പുരാൻ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പടച്ച തമ്പുരാൻ സ്വീകരിച്ചുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടം എന്ന് ആരാധിക്കപ്പെടുന്ന, പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു പ്രദേശമല്ല എന്നുള്ള വസ്തുത നമുക്കറിയാം. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ സങ്കുചിതത്വങ്ങളിൽ നിന്ന് ഭിന്നമായി എനിക്കെൻ്റെ എല്ലാ സഹോദരങ്ങളോടും ജാതീയമായ, വർഗീയമായ, സംഘടനാപരമായ സങ്കുചിതത്വങ്ങളിൽ നിന്നെല്ലാം മുക്തമായി മനുഷ്യ സമൂഹത്തെ മൊത്തത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്ന ആ വചനം ഞാൻ പറഞ്ഞില്ലേ, ആ വചനമാണ് നമ്മൾക്ക് ഉൾക്കൊള്ളുവാനുള്ളത്. അഥവാ മനുഷ്യരെ, നിങ്ങൾ ആരാധിക്കേണ്ടത് നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെയാകുന്നു. നിങ്ങളുടെ മുൻഗാമികളെയും നിങ്ങളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ ആരാധിക്കുക. അവിടെ വർഗീയതയുടെ, ജാതീയതയുടെ യാതൊരു ലാഞ്ചനയുമില്ല. എല്ലാവരും അവനവൻ്റെ ദൈവത്തെക്കുറിച്ച്, അവനവൻ്റെ പുണ്യപുരുഷനെക്കുറിച്ച്, അവനവൻ്റെ വിഗ്രഹത്തെക്കുറിച്ച്, ശവകുടീരത്തെക്കുറിച്ച് വലിയ വർത്തമാനങ്ങൾ പറയുകയും അവിടുത്തെ അത്ഭുത സിദ്ധികളെക്കുറിച്ച് തർക്കിക്കുകയും അവിടെയാണ് പോകേണ്ടത്, ഇവിടെയാണ് പോകേണ്ടത്, അവിടെ നിന്നാണ് കാര്യം കിട്ടുക, അവിടെ നിന്നാണ് രോഗശാന്തി ഉണ്ടാവുക എന്നെല്ലാം പറഞ്ഞ് തർക്കിക്കുമ്പോൾ ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നത് ഏതെങ്കിലും വിഗ്രഹത്തിൽ നിന്ന് മറ്റൊരു വിഗ്രഹത്തിലേക്കല്ല, ശവകുടീരത്തിൽ നിന്ന് മറ്റൊരു ശവകുടീരത്തിലേക്കല്ല, വ്യാജദൈവത്തിൽ നിന്ന് മറ്റൊരു വ്യാജ ദൈവത്തിലേക്കല്ല, മറിച്ച് സകലതിനെയും നിഷ്കാസനം ചെയ്ത് നിന്റെ നാഥനായ നിന്റെ തമ്പുരാനെ, അവനെ നിന്റെ ഹൃദയത്തിലേക്ക് കുടിയിരുത്തുക എന്നാണ്. എൻ്റെ നാഥൻ, എന്നെ അറിയാവുന്ന, എന്നെ പൂർണ്ണമായി അറിയാവുന്ന കരുണാവാരിധിയായ എൻ്റെ നാഥൻ, പരമകാരുണികനായ തമ്പുരാൻ, എന്നെ സൃഷ്ടിച്ച് എന്നെ വളർത്തിയ തമ്പുരാൻ, എന്നെ ഘട്ടം ഘട്ടമായി വളർത്തിയ തമ്പുരാൻ, മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ച് എൻ്റെ പിതാവിൻ്റെ ബീജവും മാതാവിൻ്റെ അണ്ഡവും കൂട്ടിയോജിപ്പിച്ച് ആ സിക്താണ്ഡം ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ച് മെല്ലെ മെല്ലെ വളരുമ്പോൾ എനിക്ക് ആവശ്യമായ കയ്യും കണ്ണും കാതും മൂക്കും നാക്കും ത്വക്കും ഹൃദയവും മസ്തിഷ്കവും ആന്തരികാവയവങ്ങളും ബാഹ്യാവയവങ്ങളുമെല്ലാം തന്ന എൻ്റെ തമ്പുരാൻ,
സർവേശ്വരനായ തമ്പുരാൻ എന്നെ ഈ ഭൂമിയിലേക്ക് ബുദ്ധിയുള്ളവനായി ചിന്താശേഷിയുള്ളവനായി പറഞ്ഞയച്ച തമ്പുരാൻ, അവനാണ് എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായി അറിയുക, അവനാണ് എൻ്റെ മനസ്സിനെ പൂർണ്ണമായി അറിയുക. എൻ്റെ മനസ്സിനകത്ത് ഞാൻ വെച്ചിട്ടുള്ള എൻ്റെ രഹസ്യങ്ങളെയും പരസ്യങ്ങളെയും അറിയുക അവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായി, എൻ്റെ മനസ്സിൻ്റെ നാഥനായി, എൻ്റെ പ്രാർത്ഥനകളുടെ നാഥനായി, എൻ്റെ സഹായാർത്ഥനകളുടെ നാഥനായി അവനെ സ്വീകരിക്കുക, അവനെ മാത്രം സ്വീകരിക്കുക എന്ന അതിസുന്ദരമായ ആശയമാണ് സഹോദരന്മാരെ ഇസ്ലാമിന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യ സമൂഹത്തിൻ്റെയും മുന്നിൽ സമർപ്പിക്കുവാനുള്ളത്. ആ ആദർശത്തിൽ നിന്ന് മുസ്ലിങ്ങൾ വ്യതിചലിച്ചാൽ അവർ വ്യതിചലിച്ചു എന്ന് പറയാൻ മാത്രമേ നിർവാഹമുള്ളൂ. അത് ഒരു ജാതിക്കാരായതുകൊണ്ട്, ഒരു വിഭാഗക്കാരായതുകൊണ്ട് അത് അവർ ചെയ്യുന്ന തെറ്റുകൾ ശരിയായി തീരുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആരായിരുന്നാലും, ഇതേപോലെയുള്ള സുഹൃത്തുക്കൾ, രാജുവിനെ പോലെയുള്ള സുഹൃത്തുക്കൾ, അദ്ദേഹത്തെ ഞാൻ ആദ്യമായി കാണുകയാണ്. അദ്ദേഹത്തെ പോലെയുള്ള സുഹൃത്തുക്കൾ കേരളത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇതേപോലെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്നു, ഇതാ ഏകനായ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന അതിസുന്ദരമായ ആശയത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കുമ്പോൾ, നിങ്ങൾ വിഗ്രഹാരാധനക്കെതിരെ പറയുമ്പോൾ, നിങ്ങൾ ശവകുടീരാരാധനക്കെതിരെ പറയുമ്പോൾ, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ആളുകൾ ശവകുടീരങ്ങൾക്ക് മുന്നിൽ പോയി ഞങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും ചെയ്യുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, സത്യത്തിൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉത്തരം മുട്ടിപ്പോകുന്നു എന്നതൊരു വസ്തുതയുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ രാജുവിനെ പോലെയുള്ള സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കണമേ. മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുടെ, അത് ഞാനടക്കമുള്ള ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോളൂ, അവരുടെ ചെയ്തികളിൽ നിന്ന് മനസ്സിലാക്കരുത് എന്നാണ്. ചുരുക്കത്തിൽ ഒരു തെറ്റ് അത് മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും എല്ലാം തെറ്റ് തന്നെയാണ്. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി മനുഷ്യർക്കുള്ള ബാധ്യത സർവേശ്വരനായ തമ്പുരാനോടുള്ള ബാധ്യതയാണ്. ആ ബാധ്യത എന്താണ്? അവനെ മാത്രം ആരാധിക്കുക എന്ന ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോയാൽ, അവനെ മാത്രം ആരാധിക്കുക, അവനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ബാധ്യതയിൽ നിന്ന് പിന്നോട്ട് പോയാൽ അത് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. ചുരുക്കത്തിൽ ശവകുടീരങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനകൾ, ആ ശവകുടീരങ്ങളിൽ അന്തിയുറങ്ങുന്ന ആളുകളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ആരാധനകൾ ഇസ്ലാമിൻ്റെ അന്തസ്സത്തയുമായി നിരക്കുന്നതല്ല എന്നാണ് എനിക്ക് രാജുവിനെ പോലെയുള്ള സുഹൃത്തുക്കളോട് വിനീതമായി സൂചിപ്പിക്കുവാനുള്ളത്. പഠിക്കാൻ, മനസ്സിലാക്കാൻ അത്തരം ആളുകൾ സന്നദ്ധമാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എൻ്റെ മനസ്സിൻ്റെ സംശയത്തിന് നിവാരണം വരുത്തിയ അദ്ദേഹത്തിന് നന്ദിയുണ്ട്. പിന്നെ എന്നോടൊരു ഇസ്ലാമിക മതപണ്ഡിതൻ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു, മക്കയിൽ അജുറൽ അസബത്ത് എന്ന് പറഞ്ഞ ഒരു കറുത്ത കല്ല് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതെൻ്റെ ചോദിക്കാനുള്ള കാരണമുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് മുഹമ്മദിനെ, അത് മുസൽമാനായ ഒരു സുഹൃത്താണ് പറഞ്ഞ മുഹമ്മദിൻ്റെ കബറിടമാണ് അവിടെ. കാരണം ഞാൻ നോക്കുമ്പോൾ ഒരു പടത്തിൽ ഇങ്ങനെ എന്തോ വളച്ചു വെച്ചിരിക്കുന്നതെന്ന് തോന്നി. എനിക്ക് പൊതുവേ ഇതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അന്നേരം കുളത്തൂപ്പുഴ വെച്ചൊരു ഇസ്ലാം പണ്ഡിതനോട് ചോദിച്ചപ്പോൾ അത് രഹസ്യമായിട്ട് പറഞ്ഞ്, രാജ്യത്ത് രഹസ്യമായിട്ട് ഇരുന്നോട്ടെ, ഇങ്ങനെ ഒരു കാര്യമാണ്, അങ്ങനെ ഒരു കാര്യമുണ്ടോ, അതിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്ന് മനസ്സിലാക്കി തരണമെന്ന് ശ്രദ്ധിക്കും. ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കില്ല, കൊടുക്കണത് അഥവാ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ തന്നെ അബദ്ധം പറഞ്ഞു കൊടുക്കുള്ളൂ എന്നുള്ള രൂപത്തിലാണ് നമ്മൾ. ഇത് ഞാൻ ആരെങ്കിലും കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കഅബാലയത്തിനകത്ത് ആരുടെയും ഖബറിടമില്ല എന്നുള്ളത് ഏതൊരു സാധാ മുസ്ലിമിനും അറിയുന്ന കാര്യമാണ്. മക്കയിൽ കഅബാലയത്തിനകത്ത് ഒരാളുടെയും ഖബറിടില്ല, ഒരു വിഗ്രഹമില്ല, ഒരു ശവകുടീരമില്ല, അവിടെ യാതൊന്നുമില്ല. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സർവശക്തനായ തമ്പുരാനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമാണത്. ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം, ഇതാണ് കഅബാലയത്തിൻ്റെ സവിശേഷത. സർവശക്തനായ തമ്പുരാനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം. ആ കഅബാലയത്തെ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ? കഅബാലയത്തോട് ആരെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. പിന്നെ കഅബാലയത്തെ എന്തിനു വേണ്ടിയാണ് വലയം വെക്കുന്നത്? കഅബാലയത്തിൽ ഒരു പ്രത്യേക കറുത്ത കല്ലുണ്ട്, ശരിയാണ്. ആ ഒരു കറുത്ത കല്ല്, ഹജറുൽ അസ്വദ് എന്നറിയപ്പെടുന്ന കല്ല്, അതിനെ ചുംബിക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? അതിനോട് ആരാധനയുണ്ടായിട്ടാണോ? അതിനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണോ? തീർച്ചയായും അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇസ്ലാം വിരുദ്ധരായ ആളുകൾ, അവർ ഈ കഅബാലയത്തിലുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട ഈ തവാഫും
അവിടെയുള്ള പ്രദക്ഷിണവും അതേപോലെ തന്നെ ആ കറുത്ത കല്ലുമായി ബന്ധപ്പെട്ട ചുംബനവുമെല്ലാം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇസ്ലാമും വിഗ്രഹാരാധനയെ അനുവദിക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം വിഗ്രഹാരാധനയെ അല്ല വെറുക്കുന്നത്, ശവകുടീരാരാധനയെ അല്ല വെറുക്കുന്നത്, മറിച്ച് സൃഷ്ടിപൂജയെയാണ്. വിഗ്രഹം സൃഷ്ടിയാണ്, ശവകുടീരം സൃഷ്ടിയാണ്, പുണ്യാത്മാക്കൾ സൃഷ്ടിയാണ്, പ്രവാചകന്മാർ സൃഷ്ടിയാണ്, മാലാഖമാർ സൃഷ്ടിയാണ്, ചെകുത്താന്മാർ സൃഷ്ടിയാണ്, എല്ലാം സൃഷ്ടികളാണ്. സൃഷ്ടികളെ ഒന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തത്വം. അതിലൊന്നാണ് വിഗ്രഹാരാധന, അതിൽ മറ്റൊന്നാണ് ശവകുടീരാരാധന, അതിൽ വേറൊന്നാണ് പുണ്യപുരുഷന്മാരെ ആരാധിക്കുക എന്നുള്ളത്. എന്തിനെയായിരുന്നാലും സൃഷ്ടികളെ ആരാധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വം. എന്നാൽ സർവശക്തനായ തമ്പുരാനെ ആരാധിക്കണം. എങ്ങനെ ആരാധിക്കണം? അവൻ പഠിപ്പിച്ചതുപോലെ ആരാധിക്കണം. അവൻ എങ്ങനെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചുവോ അതേപോലെ ആരാധിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ തത്വം. അപ്പോൾ അതിന് നിമിത്തമാകുന്ന ചില കാര്യങ്ങളുണ്ടാകും. അതിൽ ആരാധനകളുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിങ്ങൾ നിർബന്ധമായും ഒരു ദിവസം 5 നേരം നമസ്കരിക്കേണ്ടതുണ്ട്. 5 നേരം നമസ്കരിക്കുമ്പോൾ 34 തവണ നിർബന്ധമായും ഭൂമിയിൽ സാഷ്ടാംഗം നമിക്കേണ്ടതുണ്ട്. ഭൂമിയിൽ അല്ലെങ്കിൽ നിലത്ത് സാഷ്ടാംഗം നമിക്കണം. 8 അംഗങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾക്കറിയാലോ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. ഇത് ഭൂമിയിലാണ്, നിലത്താണെന്നുള്ളതുകൊണ്ട് ഭൂമി ദേവിയെ ആരാധിക്കുന്നതാണോ? അത് അല്ല. സർവശക്തനായ തമ്പുരാനെയാണ് ആരാധിക്കുന്നത്. പക്ഷേ ഭൂമിയിൽ സാഷ്ടാംഗം നമിക്കുന്നത് എന്തുകൊണ്ടാണ്? സർവശക്തനായ തമ്പുരാൻ പറഞ്ഞു ഭൂമിയിൽ സാഷ്ടാംഗം നമിക്കണമെന്ന്, നിലത്ത് ഈ 8 അംഗങ്ങളും വെക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ ചെയ്യുന്നു? സർവശക്തനായ തമ്പുരാനോടുള്ള ആരാധനയാണ്. അവൻ പറഞ്ഞു എന്നതുകൊണ്ട് അവൻ്റെ കൽപ്പന ശിരസ വഹിക്കുന്നു എന്ന് മാത്രം. ഇതേപോലെ തന്നെയാണ് ഓരോ കർമ്മങ്ങളും. ഇസ്ലാമിൻ്റെ ഓരോ കർമ്മങ്ങളും ഈ സമർപ്പണത്തിൻ്റെ നിദർശനങ്ങളാണ്. എന്താ? സക്കാത്ത്, നമ്മൾ സമ്പാദിച്ച സ്വത്ത് അതിൽ നിന്ന് ഇത്ര ശതമാനം കൊല്ലത്തിൽ കണക്ക് നോക്കി കൊടുക്കണം എന്ന് പറയാണ്. എടുത്തു കൊടുക്കുകയാണ്. കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? കൊടുക്കുന്നത് ഈ കൊടുക്കുന്ന തൊഴിലാളിയോടോ അല്ലെങ്കിൽ പാവപ്പെട്ടവനോടോ ഉള്ള ആരാധനയാണോ? അയാളുടെ പ്രയാസങ്ങളിൽ നമുക്ക് പ്രയാസമുണ്ട്, പക്ഷേ അയാളോട് ഒരല്പം പോലും ആരാധനയില്ല. എന്താണ്? ഈ സമ്പത്ത് കൊടുക്കുന്നത് സർവശക്തനായ തമ്പുരാൻ പറഞ്ഞു എന്നതുകൊണ്ട് ചെയ്യുന്നു. ഇതേപോലെ തന്നെ വ്രതമനുഷ്ഠിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? സർവശക്തനായ തമ്പുരാൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ചെയ്യുന്നു. ഇതേപോലെ സർവശക്തനായ തമ്പുരാന്റെ കൽപ്പനയാണ് ഈ ഭൂമിയിൽ ആദ്യമായി സർവേശ്വരനായ തമ്പുരാനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി, അവനെ മാത്രം ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട മന്ദിരത്തിലേക്ക് നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥാടനം നടത്തണം, ഹജ്ജ് നടത്തണം എന്നുള്ളത്. ആ തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള കർമ്മങ്ങൾ ആരാ പഠിപ്പിച്ചത്? സർവശക്തനായ തമ്പുരാൻ പഠിപ്പിച്ചു. എങ്ങനെ പഠിപ്പിച്ചു? സർവശക്തനായ തമ്പുരാൻ അന്തിമ പ്രവാചകനിലൂടെ പഠിപ്പിച്ചു. ആ കർമ്മങ്ങൾ അദ്ദേഹം ചെയ്തതുപോലെ, സർവശക്തനായ തമ്പുരാൻ പഠിപ്പിച്ചതുപോലെ ചെയ്യുന്നു എന്ന് മാത്രം. അതിനോടുള്ള ആരാധന ഒരു തലത്തിലുമില്ല. ഈ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോൾ, അതിനെ പ്രദക്ഷിണം വെക്കുമ്പോൾ ആരും കഅബാലയത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, കഅബാലയത്തെ ആരാധിക്കുന്നില്ല. മറിച്ച് സർവശക്തനായ തമ്പുരാനെ ആരാധിക്കുന്നു. അവൻ പറഞ്ഞതുകൊണ്ട് പ്രദക്ഷിണം വെക്കുന്നു. 7 തവണ പ്രദക്ഷിണം വെക്കണം, 8 തവണയാകൂല, 7.5 തവണയാകൂല, 6 തവണയും പറ്റൂല. എന്തേ കാരണം? അവൻ 7 പറഞ്ഞത് 7. ഇവിടെ എന്തുകൊണ്ട് ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്നു? ഹജറുൽ അസ്വദിൽ ദൈവം കുടിയിരുത്തപ്പെട്ടത് കൊണ്ടാണോ? ആ ഹജറുൽ അസ്വദിന് എന്തെങ്കിലും നന്മയോ തിന്മയോ ചെയ്യാൻ കഴിയുന്ന വിചാരം കൊണ്ടാണോ? തീർച്ചയായുമല്ല. പ്രവാചകൻ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് ചെയ്യുന്നു. 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ശിലയെ നിനക്കൊരു ഗുണമോ ദോഷമോ ചെയ്യാൻ സാധ്യമല്ല എന്നെനിക്ക് കൃത്യമായി അറിയാം. നിന്നെ ഞാൻ എന്തുകൊണ്ട് ചുംബിക്കുന്നു എന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടു. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് ചുംബിച്ചു? പടച്ച തമ്പുരാൻ പഠിപ്പിച്ചതുകൊണ്ട്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. പ്രവാചകൻ പടച്ച തമ്പുരാന്റെ ബോധനപ്രകാരം മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചെയ്തി ആ പടച്ച തമ്പുരാന്റെ നിർദ്ദേശപ്രകാരമാണ്. അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നു. അതല്ലാതെ അതിനോടുള്ള ആരാധന ഒരു തലത്തിലുമില്ല. അതിൻ്റെ ഉള്ളിൽ ഒരു ശവകുടീരവുമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിടം മദീനത്താണുള്ളത്. ആ മദീനത്തെ ഖബറിടം സന്ദർശിക്കുമെന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ അതിനെ ആരാധിക്കുന്ന, അതിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കർമ്മവും മുസ്ലിങ്ങൾ ചെയ്യാൻ പാടില്ല, ചെയ്യുന്നുമില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ പേര് അബ്ദുൽ നാസർ, സ്വദേശം മഞ്ചേരി. എൻ്റെ ചോദ്യം നേരത്തെ സൂചിപ്പിച്ച അടിമ സ്ത്രീയെ സംബന്ധിച്ചത് മാത്രമാണ്.
അടിമ സ്ത്രീക്ക് യജമാനനുമായി ബന്ധപ്പെടാമെന്ന അക്ബർ സാർ നൽകിയ മറുപടി, അടിമ സ്ത്രീക്ക് ഇസ്ലാം നൽകിയ അവളുടെ ലൈംഗിക പൂർത്തീകരണത്തിനുള്ള ഒരു പോംവഴി, അതായത് അങ്ങനെ ഒരു സൗകര്യം അവൾക്ക് നൽകി എന്നുള്ള വിശാലമായ അർത്ഥത്തിലാണ് അക്ബർ സാർ നമ്മെ തെറ്റിദ്ധരിപ്പിച്ചത്. തസ്നി ബാനുവിൻ്റെ ചോദ്യം വളരെ വ്യക്തമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് റിപ്പീറ്റ് ചെയ്താൽ കേൾക്കാവുന്നതാണ്. ഭർത്താവുള്ള അടിമസ്ത്രീക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും യജമാനന് അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ള ഇതിൽ ആ അടിമസ്ത്രീയുടെ വ്യക്തിത്വത്തെ സംബന്ധിച്ചാണ് തസ്നി ബാനു ചോദിച്ചത്. അപ്പോൾ ഭർത്താവുള്ള അടിമസ്ത്രീക്ക് ലൈംഗിക പൂർത്തീകരണത്തിന് യജമാനൻ്റെ താല്പര്യമല്ല, അതായത് യജമാനൻ്റെ ലൈംഗിക താല്പര്യത്തിനാണ് അടിമസ്ത്രീ ഇവിടെ ഇസ്ലാം ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമാണ്. ഇവിടെ മറ്റൊരു സംശയം കൂടെ ജനിക്കുന്നു. ഭർത്താവുള്ള അടിമസ്ത്രീ, ഇത് തസ്നീബാനുവിൻ്റെ അഭിപ്രായമല്ല, ഖുറാനിലുള്ളതാണ്. അടിമസ്ത്രീക്ക് ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും യജമാനനോളായിട്ട് ലൈംഗികമായിട്ട് ബന്ധപ്പെടാം എന്നുള്ള ഖുറാൻ്റെ അഭിപ്രായമാണ്. ഈ ഭർത്താവുള്ള അടിമസ്ത്രീ യജമാനുമായിട്ടോ അല്ലെങ്കിൽ ഭർത്താവുമായിട്ടോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്നിരിക്കെ അവൾക്കുണ്ടാകുന്ന കുഞ്ഞിൻ്റെ പിതൃത്വം അതൊരു ചോദ്യമായിട്ട് ഇവിടെ നിലനിൽക്കുന്നു. ഇത് പ്രസക്തമാകുന്നത് ബഹുഭാര്യത്വത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇസ്ലാമിക പ്രഭാഷകർ മറുപടി നൽകുന്നിടത്താണ്. ബഹുഭാര്യത്വം അനുവദിച്ച ഇസ്ലാം ബഹുഭർത്തൃത്വം അനുവദിക്കാത്തതിന് കാരണമായിട്ട് പറയാറുള്ളത്, ബഹുഭർത്തൃത്വം അനുവദിച്ചാൽ അവിടെ ജനിക്കുന്ന കുഞ്ഞിൻ്റെ പിതൃത്വം എങ്ങനെ നിർണ്ണയിക്കും എന്നുള്ള ചോദ്യമാണ് അതിന് മറുപടിയായിട്ട് സാധാരണ പറയാറുള്ളത്. ഇവിടെ ഈ ഖുർആൻ വചനത്തിലൂടെ തന്നെ ആ മറുപടി അപ്രസക്തമാണെന്നുള്ളത് വരുന്നു. പിന്നെ അടിമ സ്ത്രീയുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ച് പറഞ്ഞത്, അടിമ സ്ത്രീക്ക് നൽകിയ മറ്റൊരു ഇളവ് സൗകര്യം എന്നുള്ള നിലയ്ക്കാണ്. വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ അടിമ സ്ത്രീക്ക് നൽകിയ ഇളവ് എന്ത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. മുട്ടുപൊക്കിളിന് ഇടയ്ക്ക് മാത്രം വസ്ത്രം ധരിച്ചാൽ മതി. എന്നാൽ പണ്ട് കേരളത്തിലെ ചേർത്തലയിൽ നടന്ന പോലെ മറക്കാനുള്ള അവകാശം പോലും അടിമ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രസക്തമായ മറ്റൊരു വസ്തുത. ഇത്രയും പറഞ്ഞ് എൻ്റെ ചോദ്യം അവസാനിപ്പിക്കും. അബ്ദുൽ നാസർ ഇവിടെ വലിയൊരു തെറ്റിദ്ധാരണയിലാണ്. ഖുർആനിൽ എവിടെയും വിവാഹം കഴിച്ച അടിമ സ്ത്രീയുമായി ബന്ധപ്പെടാം എന്നുള്ള നിയമമില്ല. വിവാഹം ചെയ്തു കഴിഞ്ഞാൽ തൻ്റെ കീഴിലുള്ള സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത് ഉടമയുടെ കർത്തവ്യമാണ്. ഖുർആനിൽ അത് പറയുന്നുണ്ട്. ആ അടിമ ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതിൽ ഇസ്ലാമിലെ നിയമമാണ്. ഇത് ഫിഖ്ഹി പണ്ഡിതന്മാർ വളരെ സുന്ദരമായി കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ വസ്ത്രധാരണത്തിന്റെ പ്രശ്നം, ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, വിവാഹം കഴിച്ച അടിമ സ്ത്രീയുമായി ബന്ധപ്പെടാം എന്നുള്ള, ബാക്കിയെല്ലാം അതോടുകൂടി കഴിഞ്ഞല്ലോ. അടിമ സ്ത്രീയുമായി ബന്ധപ്പെടാം എന്നുള്ളത് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമില്ല. പിന്നെ സുഹൃത്ത് പറഞ്ഞ വസ്ത്രധാരണത്തിന്റെ പ്രശ്നമാണ്. ഇസ്ലാം എവിടെയും അടിമ സ്ത്രീക്ക് മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്താ സുഹൃത്ത് മനസ്സിലാക്കാത്തത്? മറക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഇസ്ലാമിലെ വസ്ത്രധാരണ രീതി സ്വീകരിക്കുവാൻ ആർക്കും അവകാശമുണ്ട്. പക്ഷേ ഒരു അടിമ സ്ത്രീ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഉടമ അയാളുടെ യജമാനനാണ്. ആ യജമാനന്റെ കീഴിൽ നിൽക്കുമ്പോൾ ഒരാൾ മുസ്ലിം ആകുന്നതോടുകൂടി അവൾക്ക് പർദാ സമ്പ്രദായം നിർബന്ധമായി കഴിഞ്ഞാൽ അവളെ സംബന്ധിച്ചിടത്തോളം ജീവിക്കൽ ദുസ്സഹമായി തീരും. അല്ലാതെ അടിമ സ്ത്രീകളെ നിങ്ങൾ മറക്കരുത് എന്ന് ഖുർആനിൽ എവിടെയില്ല, ഹദീസ് കൊള്ളൂല. മറിച്ചെന്താ, അടിമ സ്ത്രീക്ക് അവൾക്ക് ഈ ഔറത്തിൽ ഇളവ് കൊടുക്കുകയാണ്. അതെന്തിനാ? അവളുടെ പ്രയാസങ്ങളെ പരിഗണിച്ചുകൊണ്ട്. മുഹമ്മദ് നബിയെ കുറിച്ച് വളരെ മോശമായ അഭിപ്രായങ്ങളാണല്ലോ പറയാറുള്ളത്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് നബിക്ക് ഈ നിയമം ബാക്കിയുള്ള സ്ത്രീകൾക്ക് നടപ്പാക്കിക്കൂടിയിരുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ നടന്ന വിപ്ലവങ്ങളിൽ മുമ്പുള്ള നമ്മുടെ അധസ്ഥിതരായ സ്ത്രീകൾക്ക് മറക്കാൻ അധികാരമില്ലാത്തതുപോലെ അടിമ സ്ത്രീകൾക്ക് മറക്കാൻ അവകാശമില്ലാത്ത അവസ്ഥയല്ല ഇവിടെ ഉള്ളത്. മറിച്ച് മറക്കുവാൻ ആർക്കും അവകാശമുണ്ട്. അത് ഇസ്ലാമിൽ യാതൊരു സംശയമില്ല. പക്ഷേ അടിമ സ്ത്രീയുടെ മുതലാളി എല്ലായ്പ്പോഴും മുസ്ലിം ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് നിർബന്ധമായും മറക്കേണ്ട ഭാഗമായിട്ടാണ് മുട്ടുപൊക്കളുടെ ഇടയിലുള്ള ഭാഗം. അത് മുതലാളി എതിർത്താലും അത് മറച്ചിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അതല്ലാതെ മറക്കാനോ അല്ലെങ്കിൽ പർദ്ദ തന്നെ ഇടാനോ അടിമ സ്ത്രീക്ക് മുതലാളിയുടെ സമ്മതത്തോടുകൂടി സമ്മതിക്കുകയാണെങ്കിൽ ഇസ്ലാം അത് നിരോധിക്കുന്ന എതിർക്കുന്ന ഒരു നിയമം ഇല്ല.
പിന്നെ എങ്ങനെയാണ് അവകാശത്തിന്റെ പ്രശ്നം വരിക? അവകാശമല്ല, അടിമസ്ത്രീയുടെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് ആ അടിമസ്ത്രീയുടെ പ്രയാസത്തിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നിയമമാണ് എന്നുള്ളതാണ് വാസ്തവം. അതൊന്ന് ഒരു മുൻധാരണയില്ലാതെ പഠിച്ചാൽ മനസ്സിലാവും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അജ്മൽ. വിശുദ്ധ ഖുർആനിൽ വേദക്കാരെ വിവാഹം കഴിക്കാമെന്നൊരു വചനമുണ്ട്. എന്നാൽ അതിന് വിപരീതമായി ഹദീസിലോ ഖുർആനിലോ എന്ന് വ്യക്തമായിട്ടറിയില്ല, യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ അനുസരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യരുത് എന്നൊരു വചനവുമുണ്ട്. ഇത് യുക്തികൾക്ക് അതീതമായി ചിന്തിച്ചാൽ ഇസ്ലാം ഒരു പ്രായോഗിക ദർശനമാണോ സംഭാവന ചെയ്യുന്നത് എന്ന ഈ ചോദ്യത്തിന് മറുപടി പ്രതീക്ഷിക്കുന്നു. വേദക്കാരികളെ വിവാഹം ചെയ്യാമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഖുർആനിൽ തന്നെ പറയുന്ന യഹൂദന്മാരെ നിങ്ങൾ ആത്മമിത്രങ്ങളാക്കി വെക്കരുത് എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ അവരെ വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഖുർആൻ വചനമല്ല, ഹദീസുകളിലുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ ഖുർആനിലും ആ രൂപത്തിലുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. ഇതെങ്ങനെ പ്രായോഗികമാവുകയാണ്? അതാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ആത്മമിത്രങ്ങളാക്കരുത്. ആത്മമിത്രമാക്കാതെ അങ്ങനെ കല്യാണം കഴിക്കുക വലിയ പ്രശ്നമാണ്. ഇവിടെ എന്താണ് പ്രശ്നം? പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ അവതരിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങളെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി ആ സാഹചര്യങ്ങൾ പരിഗണിക്കുക എന്നത് അത് ഖുർആനിലെ സൂക്തങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം. സബബുൻ നുസൂൽ എന്ന് പറയും, അവതരിപ്പിക്കപ്പെട്ട സന്ദർഭം. ഈ ജൂത ക്രൈസ്തവരെ ആത്മമിത്രങ്ങളാക്കരുത് എന്നും അതേപോലെ തന്നെ അവരെ വിശ്വസിക്കരുത് എന്നുമെല്ലാമുള്ള പരാമർശങ്ങൾ ഇപ്പോൾ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിൽ 51-ാമത്തെ വചനത്തിലാണ് ഈ ജൂത ക്രിസ്ത്യാനികളെ നിങ്ങൾ ആത്മമിത്രങ്ങളാക്കരുത് എന്നുള്ള പരാമർശം കാണാൻ കഴിയും. എന്നാൽ 51 മുതൽ 59 വരെയുള്ള വചനങ്ങൾ വായിച്ചാൽ എന്തുകൊണ്ട് എന്നുമുണ്ട്. എന്താണ്? അവർ നിങ്ങളുടെ മതത്തെ കളിയും വിനോദവുമാക്കുന്നു. നിങ്ങൾക്ക് പുറത്തേക്ക് അവർ സ്നേഹം നടിക്കുന്നു, പക്ഷേ ആന്തരികമായി നിങ്ങളെ വഴിതെറ്റിക്കുവാനും നിങ്ങൾ നമസ്കരിക്കുമ്പോഴും നിങ്ങൾ ദൈവിക മാർഗമനുസരിച്ച് ജീവിക്കുമ്പോഴും നിങ്ങളെ അവർ കൊച്ചാക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ മതത്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവരാൻ, നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇവിടെ ജൂത ക്രൈസ്തവരെ കുറിച്ച് പ്രത്യേകമായി പറയാൻ പ്രത്യേകമായൊരു സബബുൻ നുസൂൽ കൂടിയിട്ട് അഥവാ അവതരണ പശ്ചാത്തലം കൂടിയുണ്ട്. എന്താണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷം അവിടെ മദീനയിലുണ്ടായിരുന്ന ജൂതന്മാരുണ്ട്. ആ ജൂതന്മാർ അവരുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഒരു കരാറുണ്ട്. ഈ കരാറിൽ എന്താ പറഞ്ഞിരുന്നത്? എല്ലാ അർത്ഥത്തിലും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള പൗരന്മാരാണ് അവിടുത്തെ ജൂതന്മാർ. അവരുടെ മതപരമായ വിഷയങ്ങളിൽ ഒരിക്കലും രാജ്യം ഇടപെടുകയില്ല. അവർക്ക് എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം. അവർക്ക് ഒരു മുസ്ലിം വ്യക്തിയെ പോലെ തന്നെയുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. പക്ഷേ അവിടെ ഒരു നിബന്ധന, രാജ്യത്തിന്റെ ശത്രുക്കൾക്കെതിരെ ഒരു രാജ്യത്തിന്റെ വാസികൾ എന്നുള്ള നിലക്ക്, അവിടുത്തെ പൗരന്മാർ എന്നുള്ള നിലക്ക് നിങ്ങൾ ഞങ്ങളോടൊപ്പം നിൽക്കണം. പൊതുശത്രു നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുവാൻ വേണ്ടി വരുമ്പോൾ ആ പൊതുശത്രുവിന് അനുകൂലമായ നിലപാട് നിങ്ങൾ എടുത്തുകൂടാ. ഇതെല്ലാമാണ് ആ കരാറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ പരസ്പരം കൊണ്ടും കൊടുത്തും പരസ്പരം നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി ജീവിക്കുകയായിരുന്നു അവിടുത്തെ ജൂതന്മാരും മുസ്ലിങ്ങളും. എന്നാൽ ഒന്നാമത്തെ യുദ്ധം ഉണ്ടായി, ബദർ യുദ്ധം മുതൽ ഓരോ യുദ്ധത്തിലും ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? കഴിയുന്ന തലത്തിൽ മുസ്ലിങ്ങളെ ചതിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ ആത്മമിത്രങ്ങളാകുമ്പോൾ ഒരു സ്വാഭാവികമായ പ്രശ്നമുണ്ട്. നമ്മൾ യാതൊരു ഇതുമില്ലാത്ത രൂപത്തിലുള്ള ആത്മമിത്രങ്ങളാകുമ്പോൾ എല്ലാ അർത്ഥത്തിലുമുള്ള യോജിപ്പോടുകൂടി പോകുന്ന സമയത്ത്, എല്ലാ കാര്യങ്ങളും ഹൃദയം തുറക്കുന്ന സമയത്ത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഹിഡൻ അജണ്ടയും ഒരു പരസ്യമായ അജണ്ട ഒന്നുമില്ല. മുസ്ലിങ്ങൾക്ക് മുസ്ലിം സമൂഹത്തിന്റെ രഹസ്യങ്ങൾ, പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ രംഗത്ത് ഈ സമൂഹത്തിന്റെ രഹസ്യങ്ങൾ പലതും ജൂതന്മാർ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ചാരപ്രവർത്തനം നടത്തുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ഈ മുസ്ലിം സമൂഹത്തിന്റെ രഹസ്യങ്ങൾ എങ്ങനെ ജൂതന്മാർക്ക് കിട്ടുക? സ്വാഭാവികമായിട്ട് ആത്മമിത്രങ്ങളാണല്ലോ. ആ ആത്മമിത്രങ്ങൾ പരസ്പരം, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ, സമാധാനത്തിന്റെ സമയത്ത് പരസ്പരം ഇത് കൈമാറും. ആ കൈമാറ്റം ചെയ്യപ്പെട്ട വിവരങ്ങൾ
യുദ്ധത്തിന്റെ സമയത്ത് ഒരു പ്രശ്നാധിഷ്ഠിതമായ സമയങ്ങളിൽ മറ്റുള്ളവർക്ക്, ശത്രുക്കൾക്ക് യഹൂദന്മാർ കൈമാറ്റം ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ചില യുദ്ധങ്ങളിൽ ക്രൈസ്തവരും അങ്ങനെയുണ്ടായി. ക്രൈസ്തവരുമായിട്ടുണ്ടാക്കിയ ചില സന്ധികളെ, നജറാനിലെ ക്രൈസ്തവരും മറ്റുമായിട്ടെല്ലാം ഉണ്ടാക്കിയ ചില സന്ധികളെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഉള്ളിലൂടെ അവർ നശിപ്പിക്കുന്ന, സന്ധികളെ ലംഘിക്കുന്ന അവസ്ഥാവിശേഷമുണ്ടായി. ഈ ഒരു സന്ദർഭമാണ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ജൂത ക്രൈസ്തവരെ കുറിച്ച് പറയുന്നുണ്ട്, അതേപോലെ മുശ്രിക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്, കാഫറുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവരെ ആത്മമിത്രങ്ങളാക്കരുത് എന്നുള്ള പരാമർശങ്ങൾ കാണാൻ കഴിയും. ഇതെല്ലാം തന്നെ ഏതൊരു തലത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. അതേസമയം പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഏതാണത്? ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബർറുഹും വതുഖ്സിതു ഇലൈഹിം. ഖുർആനിലെ 60-ാമത്തെ അധ്യായം സൂറത്ത് മുംതഹിനയിലെ 8-ാമത്തെ വചനം. അഥവാ നിങ്ങളുമായി യുദ്ധത്തിലേർപ്പെടാത്ത, നിങ്ങൾ ഈ മതം സ്വീകരിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത അമുസ്ലിങ്ങളുമായി, അത് ആരായിരുന്നാലും അവരുമായി നല്ല ബന്ധം പുലർത്തുന്നതിനോ അവരുമായി നീതി പുലർത്തുന്നതിനോ അള്ളാഹു നിങ്ങളെ എതിർക്കുന്നില്ല എന്നുള്ള വചനം. അള്ളാഹു നീതി പുലർത്തുന്നവരെയാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള വചനം. അവിടെ എന്താണ്? ഇവിടെ ശത്രുതയിൽ നിൽക്കുന്ന ആളുകളുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം. അവിടെ യാതൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായി ജൂത ക്രൈസ്തവരായിരുന്നാലും ജൂത ക്രൈസ്തവരെ പ്രത്യേക സംഭവം വെച്ചുകൊണ്ട് ഉള്ള പരാമർശം. അതേസമയം അതല്ലാത്തവരാണെങ്കിലും ഇസ്ലാമുമായി ശത്രുതയിൽ, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി എല്ലാ പദ്ധതികളും രഹസ്യമായും പരസ്യമായും ആ പദ്ധതികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുമായി, ആ ശത്രുക്കളുമായി ആത്മബന്ധം പുലർത്തുന്ന ഒരവസ്ഥാവിശേഷം ഇസ്ലാമിക രാഷ്ട്രത്തിലൊരു മുസ്ലിമിന് ഉണ്ടായിക്കൂടാ. അതേസമയം ഈ രൂപത്തിൽ അവരെ പുറത്താക്കാൻ ശ്രമിക്കാത്ത ആളുകളുമായി ബന്ധപ്പെടുന്നതിനോ നീതി പുലർത്തുന്നതിനോ ഒന്നും തന്നെ ഇസ്ലാം എതിരുമല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പച്ച ശത്രുക്കളല്ലാത്ത, ശത്രുക്കളോടുള്ള പൊതു നിലപാട് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ആ പച്ച ശത്രുക്കളല്ലാത്ത സാധാരണക്കാരായ വേദക്കാരുമായി വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇസ്ലാം, വൈവാഹിക ബന്ധം എന്ന് പറയുമ്പോൾ വേദക്കാരിൽപ്പെട്ട സ്ത്രീകളെ മുസ്ലിങ്ങൾ വിവാഹം ചെയ്യുന്നതിന് ഇസ്ലാം വിലക്കുന്നില്ല. അത് ഇസ്ലാമിന്റെ പച്ച ശത്രുക്കളാകുമ്പോൾ സ്വാഭാവികമായും മറ്റേ നിയമം അവിടെ ബാധകമാവുകയും ചെയ്യും. സാധാരണക്കാരായ ആളുകളെ കുറിച്ചുള്ളതാണ് ഈ നിയമം എന്നാണ് ഈ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 5-ാമത്തെ വചനത്തിലാണ് ഈ ജൂത ക്രൈസ്തവരായ വേദക്കാരായ സ്ത്രീകളെ വിവാഹം ചെയ്യുന്നതിന് വിരോധമില്ല എന്നുള്ള വചനം നമുക്ക് കാണാൻ കഴിയുക. ആ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേസമയം അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരടിസ്ഥാനപരമായ കാര്യമുണ്ട്. അവിടെയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ആദർശത്തിന് വളരെയധികം പ്രാധാന്യം നൽകുകയും അയാളുടെ അടുത്ത ജനറേഷൻ, അടുത്ത തലമുറ ഈ ആദർശമനുസരിച്ച് ജീവിക്കും എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ കഴിയുന്ന രീതിയിലാകണം അത്തരം വിവാഹങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ എന്നാണ് പ്രവാചകന്റെയും സഹാബത്തിൻ്റെയും എല്ലാം ജീവിത ചര്യയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ യാതൊരു വൈരുദ്ധ്യവുമില്ല. നേരത്തെ പറഞ്ഞത് ശത്രുക്കളായ ആളുകളോടുള്ള നിലപാടിനെ കുറിച്ചാണ്. ആ ശത്രുക്കളായ ആളുകളല്ലാത്തവരെ കുറിച്ചുള്ള നിലപാട് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു. പ്രവാചകൻ തന്നെ അദ്ദേഹത്തിന്റെ കൊള്ളക്കൊടുക്കകളിൽ ഏറ്റവും വലിയ ശത്രുത ഉണ്ടായിരുന്ന ജൂതന്മാരെ ഉപയോഗപ്പെടുത്തിയിരുന്നു നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് അദ്ദേഹത്തിന്റെ പടയങ്കി ഒരു ജൂതന്റെ അടുത്തായിരുന്നു, പണയത്തിലായിരുന്നു എന്ന് നമുക്കറിയാം. പടയങ്കി ഒരു ജൂതന്റെ അടുത്ത് പണയം വെക്കുവാൻ കാരണം ഇത്തരം കൊള്ളക്കൊടുക്കകളിൽ, ഇത്തരം ബന്ധങ്ങളിൽ ഒരു പ്രത്യേക ജാതീയമായ വർഗീയമായ ചിന്താഗതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്നതിന് തെളിവാണ് എന്ന് നാം മനസ്സിലാക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് മണി, ഇവിടെ കഞ്ചിക്കോടാണ് വീട്, NS കോളേജിൽ പഠിക്കുന്നു. പിന്നെ എൻ്റെ ചോദ്യം, നമ്മളിപ്പോൾ ബഹുഭാര്യത്വത്തെക്കുറിച്ച് എന്താ അഭിപ്രായം? ബഹുഭാര്യത്വം ഇസ്ലാം മതപ്രകാരം ഒരാൾക്ക് എത്ര വേണമെങ്കിലും കെട്ടാം, ഒരു 3 or 4. പക്ഷേ ജീവിതത്തിൽ ഒരേ ഒരു പങ്കാളി മാത്രം എന്നാണ് ഇപ്പോൾ എയ്ഡ്സിനെതിരെയുള്ള നമ്മുടെ തത്വം. അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാ? മണി എന്ന വളരെ അനുജ സുഹൃത്ത് ചോദിച്ച ചോദ്യം മഹാചോദ്യമാണ്, വലിയ ആളുകൾ ചോദിക്കേണ്ട ചോദ്യമാണ്. അഥവാ ബഹുഭാര്യത്വത്തെക്കുറിച്ചാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഭാര്യത്വം എന്നത് തന്നെ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് തോന്നാത്ത മണിയുടെ ചോദ്യം ബഹുഭാര്യത്വത്തെക്കുറിച്ചാണ്. ഏതായിരുന്നാലും തീർച്ചയായും മനസ്സിലാക്കേണ്ട, സുഹൃത്ത് ചോദിച്ചതിലേക്ക് പറയേണ്ട ചില വിഷയങ്ങൾ.
ബഹുഭാര്യത്വത്തെ എങ്ങനെ കാണുന്നു ഇസ്ലാം എന്നല്ലേ ചോദ്യം, അല്ലേ? അങ്ങനെ തന്നെയല്ലേ ചോദിച്ചത്? ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുന്നുണ്ട്. ഇസ്ലാം ബഹുഭാര്യത്വം അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാം തുടങ്ങി വെച്ചൊരു ഏർപ്പാടല്ല ബഹുഭാര്യത്വം. മുൻപുള്ള സമൂഹങ്ങളിലെ അല്ലെങ്കിൽ എക്കാലഘട്ടത്തിലും നിലനിന്നിരുന്ന, ഇന്നും നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണ് ബഹുഭാര്യത്വം. ഇന്ന് നിലനിൽക്കുന്ന എന്ന് പറയുമ്പോൾ രണ്ട് തലത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഇസ്ലാം അനുവദിച്ച ഒരു തലമുണ്ട്. എന്താണെന്ന് വെച്ചാൽ മുൻപ് മുതൽക്കേ ഇവിടെ നിലവിലെന്ന എല്ലാ സമൂഹങ്ങളിലും നിലനിന്നിരുന്ന സമ്പ്രദായമാണ് ബഹുഭാര്യത്വം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഭാരതീയ ദാർശനിക, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഇതിഹാസ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഗ്രന്ഥം ആയി പരിചയപ്പെടുത്തപ്പെടുന്ന രാമായണവും മഹാഭാരതം പ്രധാനപ്പെട്ട ഗ്രന്ഥം അല്ല, രണ്ട് ഇതിഹാസങ്ങളാണ്, ഗ്രന്ഥങ്ങളായി തന്നെ പരിചയപ്പെടുത്താറ്. അപ്പോൾ ഇതിൽ രാമായണത്തിലെ ശ്രീരാമനാണല്ലോ രാമായണത്തിലെ മുഖ്യ കഥാപാത്രം. ശ്രീരാമൻ്റെ പിതാവായിരുന്ന ദശരഥ രാജാവിന്, മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു എന്ന കഥ കേട്ടിട്ടുണ്ടാകും. ശ്രീകൃഷ്ണനെക്കുറിച്ച് മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രമായ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം ആ സമൂഹം ആ രൂപത്തിൽ അംഗീകരിച്ചിരുന്നു എന്നാണ്. അതിന് പല വ്യാഖ്യാനങ്ങളുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. അതിന് 16,008 ഭാര്യമാരാണോ അതോ ഇച്ഛകളാണോ, അങ്ങനെല്ലാം വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ നൽകുന്നുണ്ട്. പക്ഷേ എന്തായിരുന്നാലും അങ്ങനെ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഭാരതീയ ദാർശനിക ഗ്രന്ഥങ്ങളായ സ്മൃതി ഗ്രന്ഥങ്ങളിൽ, ആ സ്മൃതി ഗ്രന്ഥങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഭാര്യമാരുടെ എണ്ണം നിർണയിച്ചത്. അവ സ്മൃതി ഗ്രന്ഥങ്ങളിൽ പിന്നീട് വന്നത് ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഭാര്യമാരുടെ എണ്ണവും നിർണയിക്കണം എന്നുള്ള തത്വമാണ്. തിസ്വ വർജാനു പൂർവേണ ദ്യോ തഥൈക യഥാക്രമം ബ്രാഹ്മണ ക്ഷത്രിയ വിശ്യാം ദ്വൈഷ്യ ശൂദ്രജന്മനഃ എന്നാ പറഞ്ഞത്. അത് യാജ്ഞവൽക്യ സ്മൃതിയിലെ 1-ാം അധ്യായത്തിൽ 57-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ ബ്രാഹ്മണന് 3 ഭാര്യമാർ, ജാതിയുടെ അടിസ്ഥാനത്തിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായ പോലെ ക്ഷത്രിയന് 2 ഭാര്യമാർ, വൈശ്യന് 1 ഭാര്യ, അതേപോലെ തന്നെ ശൂദ്രന് സ്വന്തം ജാതിയിൽപ്പെട്ട ഒരേ ഭാര്യ മാത്രം. ഇതോടൊപ്പം തന്നെ വെപ്പാട്ടികളെ കുറിച്ചുള്ള വേറെ വീക്ഷണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്കാലഘട്ടത്തിലും നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്നുണ്ട്. ഇന്ന് ബഹുഭാര്യത്വം നിയമപരമായി നിരോധിക്കപ്പെട്ട നാടുകളിൽ നിയമപരമായി നിരോധിക്കപ്പെട്ട ഒരുപാട് നാടുകളുണ്ട്, പാശ്ചാത്യ നാടുകൾ. ആ നാടുകളാണ് പലപ്പോഴും ബഹുഭാര്യത്വത്തിനെതിരെയുള്ള ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ആ നാടുകളിൽ വ്യാപകമാണ് പരസ്ത്രീ ഗമനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇംഗ്ലണ്ടിൽ, ഉദാഹരണത്തിന് ഇംഗ്ലണ്ടിൽ ഒരു വിവാഹം കഴിച്ച ഒരു മനുഷ്യൻ, അയാൾക്ക് 10ഓ 15ഓ എത്ര വേണമെങ്കിലും ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകാം. ആ ഗേൾ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും കുഞ്ഞുണ്ടായാലും പ്രശ്നമല്ല, അതിൻ്റേതായ സാമൂഹ്യ സംവിധാനമുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഒരാൾ ഭാര്യയായി കഴിഞ്ഞാൽ, ഔദ്യോഗികമായി വൈഫ് എന്ന സ്ഥാനം നേടിക്കഴിഞ്ഞാൽ അവിടെ കോടതിയായി, കേസായി, പ്രശ്നമായി. ഇവിടെ ഈ ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് എല്ലാ സമൂഹങ്ങളിലും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം. ഈ സമ്പ്രദായം നിലനിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഇസ്ലാം ഈ രംഗത്ത് എന്തു ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഭാര്യമാരുടെ എണ്ണത്തിന് യാതൊരു നിയന്ത്രണവുമില്ല. ഭാര്യമാരിൽ കൂടി തന്നെ ലൈംഗിക സംതൃപ്തി നേടണം എന്നും നിർബന്ധമല്ല എന്നുള്ള നിലവിലുള്ള ഒരു സാമൂഹ്യ സംവിധാനത്തിൽ നിർബന്ധമായും നിങ്ങളുടെ ലൈംഗികമായ സമ്പൂർത്തീകരണം നിങ്ങൾ വിവാഹം കഴിച്ച നിങ്ങളുടെ ഇണയുമായി മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള നിയമം ഇസ്ലാം ഉണ്ടാക്കി. അഥവാ ലൈംഗികമായ സമ്പൂർത്തീകരണത്തിന് നിങ്ങൾ വിവാഹം കഴിച്ച ഇണയുമായി മാത്രമേ നിങ്ങൾ ബന്ധപ്പെടാൻ പാടുള്ളൂ എന്ന് ഇസ്ലാം പറഞ്ഞു. ഇതിന് നിങ്ങൾക്ക് സ്വവർഗരീതി പാടില്ല, പിന്നെ നിങ്ങൾക്ക് വിവാഹേതര ലൈംഗിക ബന്ധങ്ങൾ പാടില്ല, വിവാഹ ബാഹ്യ ലൈംഗിക ബന്ധങ്ങൾ പാടില്ല, വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങൾ പാടില്ല, ഒന്നും പാടില്ല. അപ്പോൾ വിവാഹേതരമായ ലൈംഗിക ബന്ധത്തെ പൂർണ്ണമായി നിരോധിക്കുക മാത്രമല്ല, ഒരു ഇസ്ലാമിക സമൂഹമാകുമ്പോൾ അത്തരം ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് കഠിനമായ ശിക്ഷ തന്നെ നൽകണമെന്നും ഇസ്ലാം വിധിച്ചു. അഥവാ ഒരു വിവാഹിതനല്ലാത്ത ഒരു പുരുഷനാണ് വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എങ്കിൽ അയാൾ 100 അടി അടിക്കണമെന്നും, വിവാഹിതനായ പുരുഷനാണ് വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെങ്കിൽ അയാളെ കൊന്നുകളയണമെന്നുമാണ് ഇസ്ലാമിൻ്റെ വിധി. അഥവാ വളരെ കർക്കശമായ നിയമങ്ങൾ ഈ രംഗത്തുണ്ടാക്കിയെന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ മതമായ ഇസ്ലാം ഇവിടെ
വിവാഹേതര ലൈംഗിക ബന്ധത്തെ വളരെ ശക്തമായി കർക്കശമായി നിയന്ത്രിച്ചപ്പോൾ വിവാഹത്തിലൂടെ അനിവാര്യമായ അവസ്ഥയിൽ ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുവാനുള്ള അനുവാദം നൽകി, പരമാവധി 4 വരെ എന്നുള്ള നിശ്ചയത്തോടു കൂടി. അവിടെ കൃത്യമായ നിയമവും പറഞ്ഞു. എന്താണ്? നീതി നിലനിർത്തണം എന്നുള്ള നിയമം. അങ്ങനെ യാതൊരു നിയമവും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴുമില്ല. ഇപ്പോൾ എത്ര സ്ത്രീകളുമായും ബന്ധപ്പെടുന്നതിന് ഇന്ത്യയിലെ നിയമം പോലും നമ്മളെ അനുവദിക്കുന്നു. പക്ഷേ ആ സ്ത്രീകളെ എത്ര സ്ത്രീകളുമായും ബന്ധപ്പെടാം, ആ സ്ത്രീകളുടെ അപ്പോൾ കടപ്പാട് അപ്പോൾ തന്നെ തീർക്കണം എന്നുള്ളതാണ് പാശ്ചാത്യ നാടുകളിലെ നിയമം. ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. ആരോടെങ്കിലും നിങ്ങൾക്ക് ലൈംഗികമായി ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ട അനിവാര്യതയുണ്ടെങ്കിൽ അത് വിവാഹത്തിലൂടെയാകണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. വളരെ സരളമായി നമുക്ക് ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇപ്പോൾ ഇവിടെ മലമ്പുഴ ഗാർഡനിൽ പോയാൽ മലമ്പുഴ ഗാർഡനിൽ ഇങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരുപാട് കുറ്റികൾ നമുക്ക് കാണും. കുറ്റികൾ അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും, ഇവിടെ തുപ്പുക, സ്പിറ്റ് ഹിയർ, അല്ലേ? ഇവിടെ തുപ്പുക എന്ന് എഴുതി വെച്ചാൽ അതിനർത്ഥം എന്താണ്? അവിടെയേ തുപ്പാവൂ എന്നാണ്. അവിടെ എത്തിയ ഒരാൾ ഇടങ്ങാറായി ബുദ്ധിമുട്ടി അവിടെ കുറച്ച് തുപ്പണം എന്നല്ല പറയുന്നത്. തുപ്പേണ്ടവർ അവിടെയേ തുപ്പാവൂ എന്നാണ് ഇതിനർത്ഥം, അല്ലേ? പുറത്ത് പാടില്ല എന്ന്. ഇതേപോലെ തന്നെ ഒന്നിലധികം സ്ത്രീകളുമായി ലൈംഗികമായി ബന്ധപ്പെടൽ അനിവാര്യമായി വരുന്ന സാഹചര്യങ്ങൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാമെന്ന ആധുനിക ലൈംഗിക ശാസ്ത്രം തന്നെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെയുണ്ടാകുമെങ്കിൽ അപ്പോൾ വിവാഹത്തിലൂടെ മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഈ നിയമത്തിന് വൈയക്തികമായും സാമൂഹികമായും അനിവാര്യതകൾ ഉണ്ടാകുന്ന അവസ്ഥകളുണ്ട്. ഇസ്ലാമിക നിയമത്തിൻ്റെ സവിശേഷത ഒരു മുസ്ലിം ആ നിയമത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ നിർബന്ധമായും ജീവിക്കണം എന്നുള്ളതാണ്. വ്യക്തിപരമായി ചിലപ്പോൾ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കൽ അനിവാര്യമാകുന്ന അവസ്ഥകളുണ്ട്, സാമൂഹികമായി അനിവാര്യമാകുന്ന അവസ്ഥകളുണ്ട്. വൈയക്തികമായ അവസ്ഥകളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷ ലൈംഗികതയും സ്ത്രീ ലൈംഗികതയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. ഒന്ന് വൈയക്തികമായ അവസ്ഥ, വളരെ വിശദീകരിക്കേണ്ടതില്ല. ലൈംഗിക പഠനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചില പുരുഷന്മാർക്കെങ്കിലും അവരുടെ ധാർമ്മിക ജീവിതം പൂർണ്ണമായി മുന്നോട്ട് നയിക്കണമെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള സിദ്ധാന്തം ശരിയാവുകയില്ല എന്നുള്ളത് ലൈംഗിക ശാസ്ത്രം സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. നമ്മുടെ കേരളത്തിലെ പോലും സമൂഹം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്, അല്ലേ? കേരള സമൂഹം അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയൊരു പോസ്റ്റർ നമ്മളെല്ലാവരും കണ്ടതാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പത്രങ്ങളിൽ വാർത്തയായി വന്നിരുന്നു. എയ്ഡ്സിനെതിരെയുള്ള ക്യാമ്പയിനോടനുബന്ധിച്ച് നമ്മുടെ സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയ ഒരു പോസ്റ്റർ എന്തായിരുന്നു? ഒരു യുവാവ് സൂട്ട് കേസെല്ലാം പിടിച്ച് യാത്രക്ക് ഒരുങ്ങിക്കൊണ്ട് പുറത്തിറക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യ തൻ്റെ കയ്യിലെ ഗർഭനിരോധന ഉറയുടെ പാക്കറ്റ് നീട്ടിയിട്ട് പറയുകയാണ്, ഇതുകൂടി ബാഗിൽ വെച്ചോ, ചേട്ടൻ എനിക്ക് ശരിക്കും അറിയാലോ, ചേട്ടൻ തിരിച്ചു വരുമ്പോൾ വല്ല രോഗമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയതാണ്. അപ്പോൾ നമ്മുടെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ പട്ടണങ്ങളും ഗ്രാമങ്ങളും എല്ലാം തന്നെ ഇന്ന് അഭിസാരികകളും അതല്ലാതെ സ്വവർഗരതിയിൽ ഏർപ്പെടുന്നവരെയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെ നമ്മുടെ പഠനം കാണിക്കുന്നത്, ഇപ്പോൾ അടുത്ത എയ്ഡ്സുമായി ബന്ധപ്പെട്ട ഒരു പഠനം ഉണ്ടായിരുന്നു എറണാകുളം സിറ്റി ബേസ് ചെയ്തിട്ട്. ആ പഠനം കാണിച്ചത് സ്വവർഗരതിയിലും അതേപോലെ തന്നെ വിവാഹേതര ബന്ധങ്ങളിലും ഏർപ്പെടുന്ന പുരുഷന്മാരിൽ 80% വിവാഹിതരാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നൽകുന്ന വസ്തുതകളുമായി നമ്മൾ നിഷേധാത്മകമായി സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. ഇസ്ലാമികമായി പറഞ്ഞാൽ ഒരാൾക്ക് അനിവാര്യമെങ്കിൽ അത്തരമൊരവസ്ഥ വരികയാണെങ്കിൽ, അത്തരമൊരവസ്ഥ നേരിടേണ്ടി വരികയാണെങ്കിൽ തീർച്ചയായും ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് പൂർണ്ണമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവരുമായി ബന്ധപ്പെടുവാൻ അനുവദിക്കുന്നതിന് പുറത്ത് പാടില്ല എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ വൈയക്തികമായി വരുന്ന അവസ്ഥകളുണ്ട്. ഇപ്പോൾ ഭാര്യ വന്ധ്യയാകാം, കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത സ്ത്രീയാകുന്ന അവസരത്തിൽ ചിലപ്പോൾ അവളെ ഒഴിവാക്കി വിടണം എന്നാണ് പലപ്പോഴും പല ഗ്രന്ഥങ്ങളും പറയുന്നത്. വന്ധ്യയാണെങ്കിൽ 8 മാസം കഴിഞ്ഞാൽ അവളെ ഒഴിവാക്കണം എന്നാണ് വന്ധ്യാഷ്ടമേധി വേദ്യാബ്ധാം എന്നാണ് നമുക്ക് കാണാൻ കഴിയുക മനുസ്മൃതിയിൽ. അപ്പോൾ അത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന നിയമമാണ്, ഇപ്പോൾ അത് ബാധകമാണ് എന്നാരെങ്കിലും പറഞ്ഞു എന്നല്ല ഞാൻ ഈ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ വന്ധ്യ ആണെങ്കിൽ അവളെ 8 വർഷം വരെ നോക്കിയിട്ട് പിന്നീട് കുട്ടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ഒഴിവാക്കാം എന്നൊരു നിയമം നിലനിന്നിരുന്നു. എന്നാൽ ഇസ്ലാം പറഞ്ഞത് വന്ധ്യയാണെങ്കിൽ ഒഴിവാക്കണം എന്നല്ല.
തീർച്ചയായും വന്ധ്യക്കടക്കം ഉള്ള തൻ്റെ ഭർത്താവിലുള്ള കുഞ്ഞുങ്ങളെ പോറ്റാൻ കഴിയുന്ന രീതിയിൽ അയാൾ മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാം. അയാൾക്ക് അവളെ പെരുവഴിയിൽ പിന്നെ സംരക്ഷണത്തിന് ആളില്ലാത്ത രൂപത്തിൽ ഒഴിവാക്കുകയല്ല. അതേപോലെ തന്നെ ഭാര്യയ്ക്ക് ലൈംഗികമായ പ്രയാസങ്ങളുള്ള അവസ്ഥകൾ ഉണ്ടാകാം. ചില മാറാ രോഗങ്ങൾ കാരണം വർഷങ്ങളോളം ലൈംഗിക ബന്ധം പാടില്ല എന്ന് വിധിക്കുന്ന അവസ്ഥയുണ്ടാകാം. ആ സമയത്ത് അവളെ ഒഴിവാക്കുകയോ വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യുകയല്ല, അവളെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇതേപോലെയുള്ള വൈയക്തികമായ അവസ്ഥകളുണ്ട്, സാമൂഹികമായ അവസ്ഥകളുണ്ട്. ബഹുഭാര്യത്വം അനിവാര്യമാകുന്ന സാമൂഹികമായ അവസ്ഥകൾ പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണത്തേക്കാൾ കുറവ് വരുന്ന അവസ്ഥയാണ്. ഇന്നും കേരളത്തിൽ അങ്ങനെയാണ്. പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളുടെ എണ്ണത്തേക്കാൾ കുറവാണ്. അങ്ങനെയാകുമ്പോൾ അത് സ്വാഭാവിക സമൂഹങ്ങളിൽ അങ്ങനെയാണ് ഉണ്ടാവുക. അതിന് കാരണം ഭ്രൂണങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി കൂടുതലാണ് എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ അടുത്ത ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നാച്ചുറൽ ആയി ഭ്രൂണ മരിച്ച സംഭവങ്ങൾ എടുത്ത് നോക്കിയാൽ കൂടുതൽ ഭ്രൂണങ്ങളായിരിക്കും മരിച്ചിട്ടുണ്ടാവുക, കൂടുതൽ ഭ്രൂണങ്ങളായിരിക്കും. അതിന് കാരണം ഇതാണ്. എന്തായാലും ഇന്ന് പെൺഭ്രൂണഹത്യകൾ വേറെ തലാണ്. അത് ഇസ്ലാം പറയുന്ന ഒരു സമൂഹത്തിൻ്റെ അവസ്ഥ അല്ല. പെൺഭ്രൂണഹത്യ എന്നുള്ളത് നമ്മൾ ഇടപെടുന്നതാണ്. അതേസമയം നാച്ചുറലായി പ്രകൃതിപരമായി നോക്കുമ്പോൾ പെൺഭ്രൂണത്തിന് ആൺഭ്രൂണത്തെക്കാൾ കൂടുതൽ പ്രതിരോധ ശേഷിയുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ പെണ്ണുങ്ങളായിരിക്കും പൊതുവെ സമൂഹത്തിൽ എണ്ണം കൂടുതൽ. അപ്പോൾ എണ്ണം കൂടുതൽ വരുന്ന സ്ത്രീകളെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അവർക്കും ലൈംഗികത എന്നുള്ളത് ആസ്വദിക്കപ്പെടേണ്ടതുണ്ട്. തീർച്ചയായും അതും അവരുടെ അവകാശമാണ്. ഇസ്ലാമികേതരമായ സമൂഹത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇസ്ലാമികേതര സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ അഭിസാരികകളായോ മറ്റോ എല്ലാം മാറുന്ന അവസ്ഥാവിശേഷമുണ്ടാകാം. എന്നാൽ ഇസ്ലാം അത് വളരെ ശക്തമായി കർക്കശമായി പറഞ്ഞതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുക എന്നത് അനിവാര്യമായി തീരും, സാമൂഹികമായ അനിവാര്യതയാകും. യുദ്ധത്തിന് ശേഷമുള്ള അവസ്ഥയാണ് മറ്റൊന്ന്. യുദ്ധം കഴിയുമ്പോൾ സ്വാഭാവികമായും പുരുഷന്മാരാണ് നേർക്ക് നേരെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്, മരണപ്പെടും പല പുരുഷന്മാരും. അപ്പോൾ സമൂഹത്തിൽ വിധവകളുടെ എണ്ണം വർദ്ധിക്കും. ആ വിധവകളെ എന്ത് ചെയ്യണം? രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ജർമ്മനിയിലെ പല വീടുകൾക്ക് മുന്നിലും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഒരു ബോർഡ്, വാണ്ടഡ് ആൻഡ് ഈവനിങ് ഗസ്റ്റ്. എന്താ, ഒരു സായാഹ്ന അതിഥി ആവശ്യമുണ്ടെന്ന് സ്ത്രീകൾ ബോർഡ് വെച്ചിരിക്കുകയാണ്. അവർ സ്വാഭാവികമായും ലൈംഗികത എന്നുള്ള മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ അവർ ബോർഡ് വെച്ചു, വാണ്ടഡ് ആൻ ഈവനിങ് ഗസ്റ്റ്, ഞങ്ങൾക്ക് സായാഹ്നത്തിൽ അതിഥി ആവശ്യമുണ്ട്, പുരുഷന്മാരെ നിങ്ങൾ വരൂ എന്ന്. അന്നത്തെ ജർമ്മനിയിലെ പ്രശ്നത്തിനുള്ള പരിഹാരം ലോക യുവജന സംഘടന, വേൾഡ് യൂത്ത് ഓർഗനൈസേഷൻ, അന്നത്തെ ജർമ്മനിയിലെ സ്ത്രീകളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം പോളിഗമിയാണ് എന്ന് പച്ചയായി തുറന്നു പറഞ്ഞ 1948. അപ്പോൾ അത് മ്യൂണിക്കിൽ വെച്ച് ചേർന്ന ലോക യുവജന സംഘടനയുടെ കോൺഫറൻസ് അത് പ്രഖ്യാപിച്ചു. അപ്പോൾ ഞാൻ പറയുന്നത് ഇസ്ലാം എക്കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും പ്രായോഗികമായിട്ടുള്ളതാണ്. ഇത്തരം ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി വിധവകളെ ഏറ്റെടുക്കുക എന്നത് പുരുഷന്മാരുടെ ബാധ്യതയായി തീരും, അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ധാർമ്മികത തകരും. അതുകൊണ്ട് തന്നെ ബഹുഭാര്യത്വം അനുവദിച്ചു ഇസ്ലാം. പക്ഷേ ബഹുഭാര്യത്വം കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ട്, അത് നീതിയോടുകൂടി ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ നീതിയോടുകൂടി അവർക്കിടയിൽ പെരുമാറണമെന്ന കൃത്യമായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇസ്ലാമിലെ ബഹുഭാര്യത്വത്തിൻ്റെ കുറിച്ചുള്ള വീക്ഷണം എന്ന് സുഹൃത്ത് മനസ്സിലാക്കുക. ഒരു ചോദ്യം കൂടിയുണ്ട്, വിവാഹപ്രായത്തെക്കുറിച്ചാണ്. വിവാഹപ്രായം വിവാഹപ്രായത്തെക്കുറിച്ചുള്ള ഇസ്ലാമികമായ വീക്ഷണമാണ് സുഹൃത്തിൻ്റെ ചോദ്യം അല്ലേ? സ്ത്രീകൾക്ക് മാത്രമാണ് സ്ത്രീകളുടെ 18 വയസ്സിൻ്റെ സ്ത്രീകളുടെ വിവാഹപ്രായത്തെക്കുറിച്ച്. സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും വിവാഹപ്രായത്തെക്കുറിച്ചുള്ള ഇസ്ലാമികമായ വീക്ഷണം വളരെ അടിസ്ഥാനപരമാണ്. ഇസ്ലാം പ്രകൃതി മതമാണ്. പ്രകൃതിയുമായി 100% യോജിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ പഠിച്ചാൽ. ആ പ്രകൃതി മതമായ ഇസ്ലാം വിവാഹത്തിന് വെക്കുന്ന അടിസ്ഥാനപരമായ നിബന്ധന അവർക്ക് പ്രായപൂർത്തി എത്തണം എന്നുള്ളതാണ്. പ്രായപൂർത്തി എത്തിയ ഒരു പുരുഷനും സ്ത്രീക്കും വിവാഹം കഴിക്കുവാൻ അവകാശമുണ്ട്. അടിസ്ഥാനപരമായി ഇസ്ലാം പറയുന്നത് അങ്ങനെയാണ്. വിവാഹം കഴിക്കുവാൻ അവകാശമുണ്ട്. എന്തുകൊണ്ടെന്നാൽ വിവാഹത്തിലൂടെ മാത്രമേ ലൈംഗിക സമ്പൂർത്തീകരണം നടക്കാൻ പാടൂ. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുവാൻ അവർക്ക് അവകാശമുണ്ട്. എന്നാൽ സമൂഹത്തിന് അല്ലെങ്കിൽ അവരുടെ പാരൻസിന് ആ കുട്ടികൾക്ക് ആരായിരുന്നാലും
തങ്ങളുടെ വിദ്യാഭ്യാസവും മറ്റു പ്രശ്നങ്ങളുമായി ഒരു പ്രത്യേക കാലം കഴിഞ്ഞിട്ട് വിവാഹം പറ്റൂ എന്ന് തീരുമാനിക്കുന്നതിന് ഇസ്ലാം എതിരല്ല. ഇസ്ലാം എല്ലാവരും പ്രായപൂർത്തി എത്തുന്നതോടുകൂടി വിവാഹം കഴിച്ചോളണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. മറിച്ച് ഇവിടെ നമ്മുടെ നിയമസംഹിതകൾക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പലപ്പോഴും മാനവിക പക്ഷത്ത് നിൽക്കുന്നില്ല, പ്രകൃതിയുടെ പക്ഷത്ത് നിൽക്കുന്നില്ല. എന്താ പ്രകൃതിയുടെ പക്ഷത്ത് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, തൃശ്ശൂരിലെല്ലാമുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളിൽ പിതാക്കളില്ലാതെ അല്ലെങ്കിൽ പിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ. അവിടെ 16, 17, 14 വയസ്സുള്ള പെൺകുട്ടികൾ ഗർഭിണികളായതിനു ശേഷം അവിടെ പോയി താമസിക്കുകയും പ്രസവിക്കുകയും കുഞ്ഞുങ്ങൾ ആ സ്ഥാപനത്തിന് കൊടുത്തിട്ട് അവർ കന്യകകളായി തിരിച്ചു വരികയും ചെയ്യുന്നു. സ്ഥാപനങ്ങളുണ്ട്. ഇവിടെ എന്താ സംഭവിക്കണേ? ഇവിടെ എന്താ വെച്ചാൽ വിവാഹ പ്രായത്തെക്കുറിച്ച് നമുക്ക് നിയമമുണ്ട്. ആ നിയമം പക്ഷേ ലൈംഗികതയുടെ വിഷയത്തിൽ നമുക്ക് പുലർത്താൻ കഴിയുന്നില്ല. അവിടെ കുടുംബം എന്നുള്ള സങ്കല്പം തന്നെ തകരുകയാണ് അവിടെ ചെയ്യുന്നത്. അവിടെ ഇസ്ലാം അത് പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമികമായ വീക്ഷണം. സ്വാഭാവികമായിട്ടും ഒരു പുരുഷന് ഇപ്പോൾ അയാളുടെ ആ വിവാഹത്തെക്കുറിച്ച് അയാൾക്ക് പ്രായപൂർത്തി എത്തുമ്പോൾ തന്നെ വിവാഹം കഴിക്കണമെന്നല്ല, അയാൾക്ക് തനിക്ക് വിദ്യാഭ്യാസം വേണം, അപ്പോൾ വിദ്യാഭ്യാസ കാലത്ത് വിവാഹം പ്രയാസമാണ്, അതുകൊണ്ട് വിവാഹം കുറച്ച് നീട്ടി വെക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അതേപോലെ തന്നെ സ്ത്രീക്കുണ്ട്. അവരുടെ പേരൻസിന് ഇവരുടെ കൺസെൻറ്റോട് കൂടി ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ സമൂഹത്തിന് സാമൂഹ്യമായ പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിന് അവകാശമുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ സമൂഹം അധാർമികതയിലേക്ക് ഇവർ പോകാതിരിക്കാൻ നോക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇസ്ലാമികമായ ഈ രംഗത്തുള്ള വീക്ഷണം. അതേസമയം ഇവിടെ മനസ്സിലാക്കുക, പലരും വിചാരിക്കുന്നത് പോലെ ചെറിയ കുട്ടികളെ കേവലം വിവാഹപ്രായം എത്തുന്നതോടുകൂടി വിവാഹം കഴിച്ചയക്കണം എന്നൊരു നിയമം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ അത്തരം ഒരു കുട്ടിക്ക് അവരുടെ പേരൻസിന് ആ സമൂഹത്തിന് അവരെ വിവാഹം കഴിക്കൽ അനിവാര്യമാണ് എന്ന് തോന്നിയാൽ അവരെ തടയാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എൻ്റെ പേര് ജോണി തോമസ്, ഞാൻ നിലമ്പൂർ താമസം. ആദ്യം ഈ സമയം നമുക്ക് ഇവിടെ കൂട്ടിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നു. ഇത് ഖുറാൻ ദൈവിക ഗ്രന്ഥം പറയുന്നത്, പക്ഷേ ഇപ്പോൾ 16 അതിനെ സംബന്ധിച്ച എൻ്റെ ക്വസ്റ്റ്യനാണ്. ഖുറാൻ 15:9 വാക്ക് നിങ്ങൾ പറയാം നാം, അത് സെയിം ഒരു മുഹമ്മദ് നബിയുടെ നാം പറയുന്ന മുഹമ്മദ് നബി തന്നെയാണ്, അതിനെ ഒരു സംശയമില്ല. ഞാൻ തന്നെ ഈ ഗ്രന്ഥ രചിതാണ്, ഞാൻ ഈ ഗ്രന്ഥനെ രക്ഷിച്ച ഞാൻ തന്നെയാണ് പറയുമ്പോൾ മുഹമ്മദ് നബി അഭിപ്രായമാണ്. പക്ഷേ വേറെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇസ്ലാമിൻ്റെ അർത്ഥം ഇപ്പോൾ പറഞ്ഞു ദൈവത്തിന് സമർപ്പിക്കായ ജീവനാണ്. പക്ഷേ ഇത് നിങ്ങളുടെ അഭിപ്രായമാണ്, ജനങ്ങൾ എന്താ പറയുന്ന ഇത് നിങ്ങൾ അറിയണം. ഇപ്പോൾ എൻ്റെ സമയത്ത് ഞാൻ മനസ്സിലാക്കിയാണ് ഇസ്ലാം പറഞ്ഞ വേറെ ജനമായിട്ട് വ്യത്യസ്തവർക്ക്, ഇപ്പോൾ ഉദാഹരണം പറയുക, ഒരു പുസ്തകം നമ്മൾ വായിക്കും എടുത്ത് ചെയ്യുമ്പോൾ വലത് ഭാഗമായിട്ട് റൈറ്റ് ആയിട്ട് ലെഫ്റ്റ് വരെ എടുത്തും വായിക്കും ചെയ്യും. ഇസ്ലാം പഠിപ്പിക്കുന്ന അതിന് വിരുദ്ധമായിട്ട് തിരിച്ചായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ മുണ്ടു കെട്ടുമ്പോൾ തിരിച്ച് കെട്ടണം, വാച്ച് കെട്ടിയാൽ നമ്മൾ എല്ലാവരും ലെഫ്റ്റ് കൈ വെട്ടുമ്പോൾ മുസ്ലാം പറയണം വലത്ത് കൈ കെട്ടണം. അതുപോലെ ഗൾഫ് പോയാൽ ഞാൻ സൗദിയിലുണ്ടാണ്, അവിടെ കണ്ടാണ് കാറെല്ലാം ലെഫ്റ്റ് സൈഡ് ഡ്രൈവ്. അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ഇത് എല്ലാം വിരുദ്ധം. വേറെ സാധാരണ പോലെ ടൈപ്പ് റൈറ്റിംഗ് ഇല്ല, ടൈപ്പ് റൈറ്റിംഗ് മെഷീനും അവിടെ അങ്ങനെ വിരുദ്ധമാണ് ലെഫ്റ്റ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ സ്ത്രീകൾ ക്രിസ്ത്യനെ ഇപ്പോൾ കന്യാസ്ത്രീ വെള്ള ഡ്രസ്സ് ഇടുമ്പോൾ ഇവിടെ നിങ്ങൾ ബ്ലാക്ക് ഇട്ട് പറയുന്ന ഒരു നിർബന്ധിക്കുന്നു. അത് വിരുദ്ധമായിട്ട് ഒരു സാധാരണ ജനങ്ങളായിട്ട് വിരുദ്ധ പഠിപ്പിക്കുന്ന. പിന്നെ ക്രിസ്തുവിൻ്റെ മതം സാർ ബഹുഭാര്യ വ്യഭിചാരമായിട്ട് പറയുന്നത്. ക്രിസ്തു പറഞ്ഞ ഒരു ഭാര്യ ശരിക്കും കല്യാണം പോലെ പാടില്ല പറഞ്ഞു. ക്രിസ്തു ബ്രഹ്മചാരിയായിട്ട് ജീവിച്ചാണ്. പിന്നെ ഒരു ഭാര്യ ഉണ്ടാവുമ്പോൾ അതിന് ഏത് കാരണവശാലും നമ്മൾ അതിന് വിവാഹമോചനം ഇല്ല. ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ ഒരു ഭാര്യയാണ്, അതിന് ബഹുഭാര്യനെ പ്രോത്സാഹിക്കുന്നില്ല. പക്ഷേ മുഹമ്മദ് നബി പ്രോത്സാഹനം മാത്രമേ ഇല്ല, 8-9 കല്യാണം ചെയ്ത് തെളിയിച്ചൊണ്ടാണ്. അത് 6 വയസ്സായിട്ട് 80 വയസ്സ് വരെ വിധവ കെട്ടിയാൻ അങ്ങനെ ചരിത്രമുണ്ട്. അപ്പം വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാം ഞാൻ മനസ്സിലാക്കിയാണ്. അതങ്ങനെ ശരിയാണോ എൻ്റെ തെറ്റ്? താങ്ക്സ്.
സാധാരണ ചോദ്യം, ഇസ്ലാം സമർപ്പണമാണ്, സമാധാനമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിരുദ്ധമായി മനസ്സിലായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എല്ലാവരും തെക്കോട്ട് നടക്കുമ്പോൾ വടക്കോട്ട് നടക്കുന്നവർ മുസ്ലിങ്ങൾ എന്നാണ്. അതാണ് ചുരുക്കം പറഞ്ഞാൽ. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്നാ നഹ്നു എന്ന് പറയുന്ന ആ നാം എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി ആയിക്കൂടെ എന്നാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഖുർആനിലെ 15-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം ഇവിടെ ഉദ്ധരിച്ചു. ഇന്നാ നഹ്നു നസ്സൽന ദിക്ര വഇന്നാ ലഹു ലഹാഫിളൂൻ എന്നാണ്. നാം ഈ വേദഗ്രന്ഥത്തെ, ഈ ഉത്ബോധനത്തെ അവതരിപ്പിച്ചിട്ടുള്ള നാമാണ്. ആ നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്നാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു സാധാരണ മനുഷ്യന്റെ കേവലമായൊരു ദിവാസ്വപ്നമായി അയാൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമായി മാറാമായിരുന്നു സുഹൃത്ത് പറഞ്ഞ പോലെയാണെങ്കിൽ ഇത്. എന്നാൽ അത്ഭുതകരം, ലോകത്ത് എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോൾ ഖുർആൻ പച്ചയായി കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെടാതെ പൂർണ്ണമായ അർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. ഇത് ഒരു കേവലം കാട്ടറബിക്ക് പ്രവചിക്കാൻ കഴിയുന്ന, പ്രഖ്യാപിക്കാൻ കഴിയുന്ന കാര്യമല്ല. സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ പ്രഖ്യാപനം തന്നെയാണ് അത് എന്ന്, അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ഓരോ പ്രഖ്യാപനവും അങ്ങനെ തന്നെയാണ് എന്ന് അനുഭവങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാം. ഇനി സുഹൃത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം സുഹൃത്തിന് ഒരുപാട് തെറ്റിദ്ധാരണകളിൽ നിന്നും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കായ്മയിൽ നിന്നും, ഒരുപാട് പ്രചാരണ കോലാഹലങ്ങളിൽ നിന്നും എല്ലാം കൂടി ഉണ്ടായതാണ്. ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുകയാണെങ്കിൽ, അദ്ദേഹം സൂചിപ്പിച്ച ഓരോ കാര്യങ്ങളും പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരും. സത്യത്തിൽ സുഹൃത്ത് ഉദ്ദേശിച്ചതുപോലെ ഉള്ള ഒരു രീതിയല്ലത്. അറബി ഭാഷ എന്നത് സ്വാഭാവികമാണ്. ഏത് ഭാഷക്കും അതിൻ്റെതായ രീതി ഉണ്ടാവും. അറബി ഭാഷക്ക് മാത്രമല്ല, ഹീബ്രു ഭാഷ എവിടുന്ന എഴുതുക? ഹീബ്രു ഭാഷ, ബൈബിൾ പഴയ നിയമത്തിന്റെ ഭാഷ, അറബി എഴുതുന്ന അതേ രീതിയിലാണ് എഴുതുക. അതേപോലെ തന്നെ ഹീബ്രുവിലുള്ള ഒറിജിനൽ നിങ്ങൾക്ക് പഴയ നിയമം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ മറിക്കേണ്ടി വരിക അറബിയിൽ പരിശുദ്ധ ഖുർആൻ മറിക്കുന്ന അതേ രീതിയിലാണ്. ആ ഓരോ ഭാഷ, സെമിറ്റിക് ഭാഷകളുടെ എഴുത്തിന്റെ രീതിശാസ്ത്രം, ഭാരതീയ ഭാഷകൾ മുൻപ് അങ്ങനെ ആയിരുന്നു. സംസ്കൃതത്തിന്റെ പൂർവ സംസ്കൃതം, അതല്ലെങ്കിൽ ദേവനാഗരിയുടെ പൂർവ്വരീതി, ലിപി ഈ രൂപത്തിലായിരുന്നു, അറബി എഴുതുന്നത് പോലെയായിരുന്നു. പക്ഷേ ഭാരതീയ ഭാഷകൾ ദ്രാവിഡ ഭാഷയുമായി താദത്മ്യം പ്രാപിച്ചതിന്റെ ഫലമായി ഉണ്ടായ ഇന്നത്തെ രീതി, ഇംഗ്ലീഷിന്റെ അതേ രീതി, ഗ്രീക്ക് ലെറ്റേഴ്സിന്റെ രീതി, ഇത് അറബി സ്വാഭാവികമായിട്ട് അങ്ങനെ എഴുതുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഉണ്ടാക്കുക. അതല്ലാതെ മലയാളികൾ എല്ലാവരും ചെയ്യണതിൻ്റെ എതിരിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ലാതെ. അതേപോലെ തന്നെ ഇസ്ലാമികമായ ചില ചര്യകളുണ്ട്. ഇസ്ലാമിക ചര്യകളിൽ വലതുഭാഗത്തിന് മുൻഗണന നൽകാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വിഷയങ്ങളിൽ. ഇപ്പോൾ മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിർബന്ധമായും വലത് കൈകൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ വിഷയങ്ങളിൽ കൃത്യമായ മുൻഗണന നൽകുവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിലേക്ക് കയറുകയാണെങ്കിൽ വലത് കാല് വെച്ചിട്ടായിരിക്കും കയറുന്നത്. അപ്പോൾ അത് എല്ലാവരും ഇടതുകാല് വെച്ച് കയറുമ്പോൾ വലത് കാല് വെച്ച് കയറണം എന്നുള്ളത് കൊണ്ടല്ല, പടച്ച തമ്പുരാന്റെ മാർഗനിർദ്ദേശം അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി പറഞ്ഞത് ബഹുഭാര്യത്വത്തിന്റെ കാര്യമാണ്. യേശുക്രിസ്തു ബൈബിളിൽ ബഹുഭാര്യത്വത്തെ വിമർശിച്ചിട്ടുണ്ടെന്നാണ് സുഹൃത്ത് പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ ഒരു വചനം ബൈബിളിൽ നിന്ന് ബഹുഭാര്യത്വത്തെ വിമർശിക്കുന്നതായി എനിക്കേതായിരുന്നാലും കാണാൻ കഴിഞ്ഞിട്ടില്ല. സുഹൃത്തിനൊന്ന് ഉദ്ധരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കാമായിരുന്നു. യേശുക്രിസ്തു വിവാഹത്തെയും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അതേസമയം പൗലോസ് വിവാഹത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീയെ തൊടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് പൗലോസിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം. സ്ത്രീകളെ തൊടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സത്യത്തിൽ അതാണ് തലകുത്തനെ. അത് സുഹൃത്ത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടാം. ഈ നന്മ സ്വീകരിക്കാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തയ്യാറായിരുന്നെങ്കിൽ പൗലോസിന്റെ ആ തലമുറയോടുകൂടി ലോകത്തെ മനുഷ്യ സമൂഹം തന്നെ ഇല്ലാതാകുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതേപോലെ തന്നെ കറുപ്പ് എന്ന നിറത്തിനോട് മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രതിപത്തിയൊന്നുമില്ല. കറുപ്പ് എന്ന നിറത്തിനോട് ആ വസ്ത്രധാരണം അഥവാ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മുഴുവനും മറക്കണമെന്നുള്ളത് ഇസ്ലാമിന്റെ വിധിയാണ്. അതിൽ തിരഞ്ഞെടുക്കുവാൻ സൗകര്യമുള്ള ഒരു നിറമായി കറുപ്പ് തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല കറുപ്പ് എന്ന നിറത്തിനോട് പ്രത്യേകിച്ച് പ്രതിപത്തിയൊന്നുമില്ല. പിന്നെ കന്യാസ്ത്രീകളുടെ നിറം വെള്ളയായതുകൊണ്ട് അതിനെതിരാകാൻ വേണ്ടി കറുപ്പ് തിരഞ്ഞെടുത്തതല്ല. അങ്ങനെ കന്യാസ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു നിറവുമില്ല. അതും മനസ്സിലാക്കുക. മുൻപ്
വെളുപ്പുണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ സമൂഹത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ചുള്ള മാറ്റം എന്നുള്ളതാണ് പുതിയ നിയമം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാക്കി കുപ്പായമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുരുക്കത്തിൽ സുഹൃത്തിൻ്റെ മനസ്സിലാക്കലിനാണ് വളവ് സംഭവിച്ചത് എന്നെനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഓരോ വിഷയങ്ങൾക്കും നിയമപരമായ കൃത്യമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ച് സുഹൃത്ത് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയുന്ന പോയിന്റുകൾ ഓരോ ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യത്തിനും ഞാൻ മറുപടി പറഞ്ഞാൽ 2 മണിക്കൂർ അത് തന്നെ വേണ്ടി വരും. മറിച്ച് സുഹൃത്ത് മനസ്സിലാക്കിയതിലുള്ള അടിസ്ഥാനപരമായ പിഴവ് മനസ്സിലാക്കുക. ഏതാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് ആ ഒരു വിരുദ്ധ കോണിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ സുഹൃത്തിന് തോന്നിയതാണ് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് സുഹൃത്തിന് തോന്നിപ്പോയതാണ്. സത്യത്തിൽ അങ്ങനെയൊന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഓരോ വിഷയത്തിൽ ഇപ്പോൾ വലത് വശത്തിൻ്റെ ഞാൻ പറഞ്ഞു, അതേസമയം ഇടതുവശത്തെ ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മുൻഗണന നൽകുന്ന രംഗങ്ങളുണ്ട്. ഇപ്പോൾ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത് കാലെടുത്ത് വെച്ചിട്ടാണ് മുസ്ലിം കയറുക. അപ്പോൾ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ തന്നെ വൈരുദ്ധ്യം എന്ന് പറയേണ്ടി വരും. വാഹനത്തിൽ കയറുമ്പോൾ വലത് കാലെടുത്ത് വെച്ച് കയറി മുസ്ലിം, ടോയ്ലറ്റിൽ കയറുമ്പോൾ ഇടത് കാലെടുത്ത് വെച്ച് കയറി. ജീവിതമാകെ ഉള്ള വൈരുദ്ധ്യത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് വേണമെങ്കിൽ സുഹൃത്തിന് വേറെ ഒരു ഗവേഷണത്തിനും കൂടി ഏർപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. സത്യത്തിൽ അങ്ങനത്തെ ഒന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായ ദൈവിക മാർഗദർശനം അനുസരിച്ചുള്ള ജീവിതമാണ് ഇസ്ലാം കൊണ്ട് വിവക്ഷിക്കുന്നത്. അതാണ് സമർപ്പണത്തിൻ്റെ വിവക്ഷ എന്നുള്ളതാണ് സത്യം. ഉപചോദ്യം. ശരിക്ക് അക്ബർ സാഹിബിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒരു എന്താ പറയുക, ഒരു മടപ്പും ഒരു പടതായിടുന്ന പോലെയാണ്. ആൻസർ ക്ലിയർ ആയിട്ടില്ല. പക്ഷെ ഞാനത് എന്താ പറയുക അംഗീകരിക്കില്ല. പോട്ടെ, നമുക്ക് അവിടെ പോകണ്ട. ഈ ചോദിക്കുന്ന കാരണം ഇതാണ്. ഇപ്പോൾ ഇസ്ലാം ഇതിന് ഞാൻ ചോദിക്കുന്ന മുമ്പേ ഒരു ഇവിടെ നിലമ്പൂരത്തെ ഉദയച്ചിട്ട ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇസ്ലാം പറയുന്നത് ഖുറാനിലെ 1,29,000 പ്രവാചകന്മാരുണ്ട്. അപ്പം ആ ഹിന്ദു ഉദയച്ചേട്ട എനിക്ക് തോന്നുന്ന അവൻ പ്രവാചകന്മാരെ കുറെ നല്ലപോലെ അറിവുണ്ടാവും, ഇല്ലാതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. പക്ഷേ അതിന് ആൻസർ അക്ബർ സാബ് ശരിക്കും കൊടുത്തിട്ടില്ല. 3 ദിവസം വേണം പറയുന്നതിന് പേര് പറയാൻ വേണ്ടി. 1,25,000 പ്രവാചകൻ്റെ പേര് പറയാൻ വേണ്ടി 3 ദിവസം വേണം. ഞാൻ പറയട്ടെ, ഞാൻ ചലഞ്ച് ചെയ്യുക, 3 ദിവസം ഇല്ല 3 മാസം ഞാൻ സമയം തരാം. നിങ്ങൾ എൻ്റെ അഡ്രസ്സിൽ ഇതിന് ആൻസർ തന്നെ മതി. നിങ്ങൾ സാധിക്കില്ല. എന്താണ് ബൈബിൾ പഴയ നിയമം, ഇത്ര പഴയ ഗ്രന്ഥം വരെ ഇല്ല. അതിനെ 20 പ്രവാചകൻ്റെ പേരുണ്ട്, പുസ്തകമുണ്ട്. പിന്നെ എങ്ങനെ 25,000 ഈ 1,20,000 പ്രവാചകന്മാർ? ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഊട്ടുകം പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഊട്ടുകം ഒരു പ്രത്യേക പ്രാണിയാണ്, മരുഭൂമി കിട്ടുന്നതാണ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടീനെ പറയും, കാണുന്ന എല്ലാം പട്ടി പൂച്ചാണ്, ഇതാ ഊട്ടുകം അതാ ഊട്ടുകം അങ്ങനെ പറഞ്ഞാൽ എന്താവും? നമുക്കും അറിയാം ഊട്ടുകം ഒരു പ്രത്യേക പ്രാണിയാണ്. അത് മരുഭൂമിയിൽ 6 മാസം വരെ വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കും. പിന്നെ ഞാൻ കാണാൻ എല്ലാം സാധനം കൊച്ചനെ പഠിപ്പിച്ച അത് ഒരു തെറ്റായിട്ട് പഠിപ്പിയാണ്. അതുപോലെ പ്രവാചക് എന്ന ഒരു പ്രത്യേക വ്യക്തിയാണ്. സാധാരണ ജനങ്ങളായിട്ട് അവർ വ്യത്യസ്ത തെരഞ്ഞെടുത്ത ദൈവം നബി മന്നെ നാബ മന്നെ വിളിച്ച് പറയുക. ദൈവത്തെ സന്ദേശ് ജനങ്ങളെ വിളിച്ച് പറയണം, അതാണ് നബിയുടെ ഡ്യൂട്ടി. അതിനെ തെളിയിക്കാൻ വേണ്ടി കുറേ ശക്തി അത്ഭുതം അടിയാളം നബീനെ കിട്ടും. അത് ദൈവനെ സന്ദേശം. അപ്പോൾ എന്താ അത് അത്ഭുതം കാണിക്കണം. ഇല്ലാതെ ഇപ്പോൾ മുഹമ്മദ് നബി സംബന്ധി നോക്കിയപ്പോൾ ജനങ്ങൾ ചോദിച്ചു ഒരു പ്രാവശ്യം, നിങ്ങൾ ദൈവത്തെ പ്രവാചകനല്ലോ, നിങ്ങൾ ഒരു അത്ഭുതം കാണിച്ചു. അപ്പോൾ മുഹമ്മദ് നബിയോട് മാറുണ്ട്, എനിക്ക് പറ്റില്ല, അല്ലാതെ സാധിക്കും പറഞ്ഞിട്ട് അവിടെ മാറിപ്പോയി സംഭവന. അത് നിങ്ങൾക്ക് ഖുറാനിൽ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ തെളിവ് സാധിക്കും അത് ഈ കിട്ടി ഖുറാൻ ദൈവിക് ഗ്രന്ഥമാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് ഞാൻ ചോദിക്കണേ, നിങ്ങൾക്ക് 1,25,000 നബിമാർ വേണം. ഞാൻ പറഞ്ഞ നബി കണ്ടീഷൻ നബി ആയിട്ട് എനിക്ക് അതിന് ഉത്തരം ഇപ്പോൾ വേണ്ട, 2-3 ദിവസം വേണ്ട, ഞാൻ 3 മാസം സമയം തരാം, എനിക്ക് കിട്ടിയാൽ മതി. ഇല്ലാതെ നിങ്ങൾ ഈ ഖുറാനിൽ ഈ വചനം തെറ്റ നിങ്ങൾ സമ്മതിക്കണം. ഇല്ലാതെ അത്ര എൻ്റെ ക്വസ്റ്റ്യൻ. സുഹൃത്ത് പറയുന്നത്, ഈ പ്രോഗ്രാം മുമ്പ് നിലമ്പൂർ നടന്നൊരു പ്രോഗ്രാമിൽ അദ്ദേഹം ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് സുഹൃത്തിൻ്റെ വാദം. ആ ചോദ്യം ചോദിച്ച അന്നത്തിൽ നിന്ന് അന്ന് ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടാകണം,
ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരമായിട്ടെങ്കിലും നിങ്ങൾ ഖുർആനിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കുന്നു. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചുകൊണ്ടല്ല സുഹൃത്ത് വന്നത് അന്നും ഇന്നും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ശേഷം ഒരിക്കലും പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം ഒന്ന് മറച്ചു നോക്കാനെങ്കിലും ഒരു വിമർശനത്തിനെങ്കിലും ഒന്ന് മറച്ചു വെക്കാൻ സുഹൃത്തിന് തോന്നിപ്പോയിട്ടില്ല എന്നത് സങ്കടകരമായ അത്ഭുതമായി നിലനിൽക്കുകയാണ്. അവിടെയാണ് അധപ്പതനത്തിൻ്റെ ആഘാതത്വം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഖുർആനിൽ 1,24,000 പ്രവാചകന്മാരുണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഖുർആനിലൊരു വചനേ ഇല്ല. ആദ്യ സുഹൃത്ത് അത് മനസ്സിലാക്കുക. എന്നിട്ടല്ല ഖുർആനിലെ വചനം മാറ്റേണ്ടേ ഉള്ളൂ. ഖുർആനിലെ വചനം മാറ്റണം. ഞാൻ തോറ്റ് എന്ന് സമ്മതിച്ചാൽ പിന്നെ ചെയ്യേണ്ട ഖുർആനിലെ വചനം വായിക്കണം എന്നാണ്. ആദ്യം 24,000 പ്രവാചകന്മാരുടെ പേര് പറയാം, അത് എന്നിട്ടില്ലെങ്കിൽ ഖുർആനിലെ വചനം വായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് സുഹൃത്ത് പറഞ്ഞത്. ഖുർആനിലെ വചനമല്ല. സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ വചനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനവും റസൂലിനെ കുറിച്ച് അന്നത്തെ ചരിത്രകാരന്മാർ പറഞ്ഞ വചനവുമെല്ലാം ഖുർആനായി തെറ്റിദ്ധരിക്കുക സ്വാഭാവികമാണ്. കാരണം ബൈബിളിൻ്റെ രൂപം ആ രൂപത്തിലുള്ളതാണെന്നുള്ളതുകൊണ്ട്. ബൈബിളിൽ ദൈവിക വചനവും പ്രവാചക വചനവും പ്രവാചകന്മാരെ കുറിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞതും പിന്നീട് പുരോഹിതന്മാർ എഴുതി ചേർത്തതും എല്ലാമുള്ള വചനങ്ങളുടെ സങ്കേതമാണ് ബൈബിൾ എന്നുള്ളതുകൊണ്ട് അതേ അളവുകോൽ വെച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ അബദ്ധമാണിത്. ഖുർആനിൽ അങ്ങനെ ഒരു വചനമില്ല, അതുകൊണ്ട് തന്നെ മാറ്റണ്ട. ഇനിയുള്ള പ്രശ്നം 1,24,000 പ്രവാചകന്മാരുടെ പേര് പറയണം. 3 മാസം മുമ്പ് ആ സുഹൃത്തിൻ്റെ വക തരാം എന്നാണ് സുഹൃത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓഫർ. ഏതായിരുന്നാലും 3 മാസമല്ല 3 ലക്ഷം മാസം തന്നാലും പറയാൻ കഴിയില്ല. ആ പ്രവാചകന്മാരുടെ പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തിടത്തോളം കാലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തിടത്തോളം കാലം എനിക്ക് പറയാൻ കഴിയില്ല. അതേസമയം ഈ പ്രവാചകന്മാരുടെ പേര് പറയുക എന്നോ പേര് പഠിക്കുക എന്നതോ പേര് പറഞ്ഞിട്ട് ആ പ്രവാചകന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറയുക എന്നതോ അല്ല ഇസ്ലാമിന് ലോകത്തിൻ്റെ മുന്നിൽ പറയാനുള്ളത്. ലോകത്ത് എവിടേക്കെല്ലാം പ്രവാചകന്മാർ കടന്നു വന്നുവോ, എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടേക്ക് മുഴുവനും ദൈവികമായ മാർഗദർശനം നൽകുവാൻ വേണ്ടി പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായി എന്നാണ്. ദൈവം തമ്പുരാൻ നീതിമാനാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം തമ്പുരാൻ മനുഷ്യരെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ മനുഷ്യരോട് നീതി പ്രവർത്തിച്ചിട്ടുള്ളവനാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ആദാമിന്റെ മക്കളായി ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറിപ്പോയ മനുഷ്യ സമൂഹത്തിന് മുഴുവനും ഈ സത്യമാർഗത്തിലേക്ക്, സ്വർഗത്തിന്റെ പാതയിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് വഴി കാണിച്ചു കൊടുത്ത നീതിമാനാണ് പടച്ച തമ്പുരാൻ. ബൈബിൾ മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ബൈബിളിലെ ദൈവം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പക്ഷപാതിയായ, ഇസ്രായേലർക്ക് വേണ്ടി വാദിക്കുന്ന, ഇസ്രായേലർക്ക് വേണ്ടി സ്വർഗം സംവരണം ചെയ്തു വെച്ചിട്ടുള്ള, ഇസ്രായേലർക്ക് മാത്രം ദൈവിക മാർഗദർശനം നൽകുന്ന ഒരു ദൈവമാണ്. മാത്രല്ല ആ ബൈബിൾ പ്രകാരം ആ ദൈവമുണ്ടല്ലോ, യഹോവ എന്ന ബൈബിളിലെ ദൈവം ഇസ്രായേൽ തറവാട്ടിന്റെ പിതാവായ യാക്കോബുമായി ഗുസ്തി പിടിച്ച് തോറ്റ ദൈവമാണ്. അപ്പൊ സ്വാഭാവികമായും ഇസ്രായേൽ വംശീയതയുടെ സ്വാധീനം കാണുന്ന ബൈബിൾ പഴയ നിയമത്തിലെ പ്രവാചക സങ്കല്പവുമായി ഇസ്ലാം പൂർണ്ണമായ വൈരുദ്ധ്യം പുലർത്തുന്നു. ഇസ്ലാം പറയുന്നത് ഏതെങ്കിലും തറവാടിനോ ഏതെങ്കിലും വിഭാഗത്തിനോ ഏതെങ്കിലും പ്രദേശത്തിനോ ഏതെങ്കിലും ദേശത്തിനോ കുത്തകയല്ല ധാർമ്മികമായ മാർഗനിർദ്ദേശം എന്നാണ്. അതാണ് പരിശുദ്ധ ഖുർആനിലെ നദീർ, ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പുകാരന്റെ നിയോഗമുണ്ടായിട്ടല്ലാതെ എന്ന പ്രഖ്യാപനം വഴി ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അതിന്റെ വ്യാഖ്യാനമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മനുഷ്യ സമുദായത്തിൽ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിലേക്ക് ദൈവിക മാർഗദർശന പ്രകാരം മനുഷ്യരെ നയിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട് എന്ന്. ആ പ്രവാചകന്മാരുടെ നിയോഗം എല്ലായിടത്തേക്കും ഉണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യേശു ക്രിസ്തു ഇസ്രായേൽ സമുദായത്തിലേക്ക് കടന്നു വന്നൊരു പ്രവാചകനാണ്. അവിടെ 1,25,000 പ്രവാചകന്മാരുടെ പേര് പറയുക എന്നതല്ല ഒരു മുസ്ലിം പ്രബോധകന്റെ ദൗത്യം. അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ 1,25,000 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഒരു ജനങ്ങളെ ധാർമ്മികമായി ദൈവിക മാർഗദർശനത്തിലൂടെ വഴി നടത്തുവാൻ വേണ്ടി കടന്നു വന്ന ആ അന്തിമ പ്രവാചകന്റെയും ലക്ഷ്യതല്ല. മറിച്ചെന്താണ്, ഈ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച പാതയിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുപോകലാണ്. യേശു പഠിപ്പിച്ച പാതയിൽ നിന്ന് ക്രിസ്ത്യാനികൾ വഴിതെറ്റിപ്പോയി.
മോശ പഠിപ്പിച്ച പാതയിൽ നിന്ന് യഹൂദന്മാർ വഴിതെറ്റിപ്പോയി. ഇതേപോലെ തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ പഠിപ്പിച്ച പാതയിൽ നിന്ന് ആ സമുദായങ്ങൾ വഴിതെറ്റിപ്പോയി. ആ വഴിതെറ്റിപ്പോയത് കൊണ്ട് അവരെ തിരിച്ച് ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഉണ്ടാകുന്നത്. അവിടെ 1,00,000 ചില്ലാനം പ്രവാചകന്മാരുടെ പേര് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യം അന്നത്തെ 2 കൊല്ലം മുമ്പ് പറഞ്ഞ അന്നത്തെ ചോദ്യത്തിന് ഉത്തരം എനിക്ക് സംതൃപ്തമായിട്ടില്ല എന്ന് സുഹൃത്തിന് പറയാം. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. സുഹൃത്തിന് സംതൃപ്തമാവണമെങ്കിൽ സുഹൃത്ത് പറഞ്ഞ പോലെ ഞാൻ 3 ദിവസം ഇവിടെ നിന്നിട്ട് അവരെ പേരുണ്ടാക്കി പറയാൻ കഴിയില്ലല്ലോ. 25 പ്രവാചകന്മാരുടെ പേരെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ, അത് പറയാൻ പറ്റും, അല്ലാത്ത പറയാൻ കഴിയില്ലല്ലോ. ഇനി എന്താ, പ്രവാചകനാകണമെങ്കിൽ അത്ഭുതം കാണിക്കണം എന്നാണ്. പ്രവാചകനാകണമെങ്കിൽ അത്ഭുതം കാണിക്കണം ആണ് പിന്നെ സുഹൃത്ത് പറയുന്നത്. തീർച്ചയായും പ്രവാചകനാണെങ്കിൽ അത്ഭുതം കാണിക്കണം. ബൈബിളിൽ പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകന്മാരെല്ലാവരും കാണിച്ച അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറയാൻ സുഹൃത്തിന് ഞാൻ തിരിച്ചൊരു വെല്ലുവിളി നടത്തുകയാണ്. ബൈബിളിൽ പ്രവാചകന്മാരായി പഠിപ്പിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അബ്രഹാം പ്രവാചകൻ നടത്തിയ അത്ഭുതം എന്താണ്? ഇസ്ഹാക്കിന്റെ അത്ഭുതം എന്താണ്? ഓരോരുത്തർക്കും കൃത്യമായ അത്ഭുതങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ബൈബിൾ അത് വിശദീകരിക്കുന്നുണ്ടോ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി മറ്റൊരു വശം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതം കാണിച്ചില്ല, ഒരത്ഭുതം കാണിച്ചില്ല, പാവമായി പോയി. ബാക്കി എല്ലാവരും അത്ഭുതം കാണിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അത്ഭുതം കാണിക്കാണ്ടായില്ല. സത്യത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങളിൽ യാതൊരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇസ്ലാമിക പ്രബോധകന്മാർ ആ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാത്തത്. എന്തുകൊണ്ടെന്നാൽ അത്ഭുതം യേശു ക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് നമ്മൾ പറയും, മുസ്ലിങ്ങൾ പറയും, കാരണം ഖുർആനിലതുണ്ട്, ബൈബിളിലുണ്ട്, അതുകൊണ്ട് ക്രൈസ്തവർ പറയും. പക്ഷെ ഭൗതികവാദി പറയുന്നു യേശു മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് പറയുന്നു, യാതൊരു തെളിവുമില്ല. ആ തെളിവില്ല എന്ന് പറയുന്നവർക്ക് തിരിച്ചു മറുപടി കൊടുക്കാനില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതങ്ങളെ പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. യേശുവിന്റെ ജീവിതത്തിൽ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള അത്യത്ഭുതകരമായ കാര്യങ്ങൾ. ചന്ദ്രൻ പിളർന്ന സംഭവം പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ അത്ഭുതമാണ്. ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, സഹിഹായ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് പോവുകയും അവിടെ നിന്ന് വാനലോകങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്ത അത്ഭുതം ഇസ്രാഉം മിഅ്റാജും പ്രവാചകന്റെ ജീവിതത്തിലല്ലാതെ ബൈബിളിൽ മറ്റൊരു ആളുടെയും ജീവിതത്തിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദഗ്രന്ഥത്തിലോ ഏതെങ്കിലും ഒരു ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടത് പറയുന്നില്ല? നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലമായ അവകാശവാദങ്ങളിൽ, പ്രത്യേകിച്ച് അവകാശവാദങ്ങളിൽ മതപ്രബോധനത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. തിരിച്ചു ചോദിക്കും ഭൗതികവാദി, ഇത് വെറുതെ പറയുന്നൊരു വർത്താനം, എന്താ തെളിവ്? അവിടെയാണ് നമുക്ക് ലോകത്തിന്റെ മുന്നിൽ പച്ചയായി അവതരിപ്പിക്കുവാനുള്ള അത്ഭുതം സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഖുർആനാകുന്ന അത്ഭുതം, പരിശുദ്ധ ഖുർആനാകുന്ന അത്ഭുതം. അതുകൊണ്ടാണ് നമ്മൾ അത് പറയുമ്പോൾ ഇവരെടുത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ, ബാക്കി അത്ഭുതങ്ങളൊന്നുമില്ല എന്നൊരു ധാരണ പൊതുവെ മിഷനറിമാരുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് ഉപോത്ബലകമായി ചില ഖുർആൻ സൂക്തങ്ങൾ അവർ ദുർവ്യാഖ്യാനം ചെയ്യാറുമുണ്ട്. അത് സുഹൃത്ത് ഇവിടെ പറഞ്ഞു. എന്താണത്? പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ചില ആളുകൾ അവരിങ്ങോട്ട് ആവശ്യപ്പെടുക, അത്ഭുതം ചെയ്യ്, ആകാശത്ത് നിന്ന് ഒരു ഗ്രന്ഥം ഇറക്കിക്കൊണ്ട, ആകാശത്തിൽ നിന്ന് നീ ഒരു ഗ്രന്ഥം ഇറക്കിത്താ, അതല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ നീ ചെയ്യ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങളുടെ കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ പടച്ച തമ്പുരാൻ മാനവ സമുദായത്തിന് പ്രവാചകത്വത്തിന്റെ ദൗത്യം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞയച്ച പ്രവാചകനോട് പറയാൻ പറയുന്നു, അത്ഭുതങ്ങൾ എൻ്റെ കീശയിലുള്ളതല്ല, എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് സന്ദർഭത്തിന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത ക്രൈസ്തവ മിഷണറിമാരുടെ രചനകൾ വായിച്ചിട്ടാണ് സുഹൃത്ത് പറയുന്നത്. എന്നാൽ യേശു ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. ഞാൻ പറയും ബൈബിളിലെ വചനങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 38-39 വചനങ്ങൾ എടുത്തു നോക്കുക. എന്താ പറയുന്നത്? യേശുവിനോട് അത്ഭുതം ചോദിക്കുന്ന ആളുകൾ,
അവിടെ യേശുക്രിസ്തു തിരിച്ച് മറുപടി പറയുന്നു, ദുഷ്ടവും അവിശ്വസ്തവുമായ തലമുറ അല്ലാതെ അടയാളം ചോദിക്കുന്നില്ല. അവർക്ക് യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരടയാളവും ലഭിക്കുകയില്ല. യോന 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിൽ കിടന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. അപ്പൊ എന്താ, അവർക്ക് യോനാ പ്രവാചകന്റെ അടയാളം മാത്രമേ കൊടുക്കൂ. ഇതിനർത്ഥം യേശു മരിച്ചവരെ ജീവിപ്പിച്ചിട്ടില്ല എന്നാണോ? യേശു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ടില്ല എന്നാണോ? മറിച്ച് കൃത്യമായി എത്ര അത്ഭുതങ്ങൾ ചെയ്തിട്ടും ആ അത്ഭുതങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയും വീണ്ടും വീണ്ടും കേവലം അത്ഭുതം ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും അത്ഭുതങ്ങളെ പരീക്ഷണാത്മകമായി സംസാരിക്കുകയും ചെയ്ത ആ ആളുകളോട് തിരിച്ച് യേശു മറുപടി പറയുന്നതായിട്ടാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തുമാത്രമാണ്? ഈ അത്ഭുതങ്ങൾ പ്രവാചകന്മാരുടെ ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല. മറിച്ച് ആ പ്രവാചകന്മാർ ഓരോ അത്ഭുതം കാണിക്കുമ്പോഴും യേശുക്രിസ്തു പറഞ്ഞല്ലോ, ഇത് എനിക്ക് സ്വന്തമായി യാതൊന്നും ചെയ്യാൻ കഴിയില്ല. യേശു പറയുന്നത് നിങ്ങൾ കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ, എനിക്ക് സ്വന്തമായി യാതൊന്നും ചെയ്യാൻ കഴിയില്ല, പിതാവായ ദൈവം ചെയ്തു കാണിക്കുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വീണ്ടും യേശുക്രിസ്തു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ, ഞാൻ സ്വയമായി യാതൊന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ ഞാൻ സ്വയമായി യാതൊന്നും ചെയ്യുന്നില്ല. ഇതിനർത്ഥം എന്താ? യേശുവിന് സ്വന്തമായി യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുന്നത്. അത് ഈ വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടതില്ല. പ്രവാചകന്റെ അത്ഭുതം, പ്രവാചകന്റെ പ്രവാചകത്വത്തിനുള്ള തെളിവ് നിങ്ങൾക്ക് ഏത് സമയത്തും പരിശോധിക്കാവുന്ന തെളിവ് പരിശുദ്ധ ഖുർആനാകുന്ന തെളിവാകുന്നു. നിങ്ങൾക്ക് പരിശോധിക്കാം. ആ വിഷയമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ആ വിഷയത്തിലല്ല ചോദ്യം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് പരിശോധിക്കാം, പഠിക്കാം, മനസ്സിലാക്കാം. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് എന്ന് ബോധ്യപ്പെടാം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാൻ. എൻ്റെ പേര് രമേശൻ. ഞാനൊരു അധ്യാപകനാണ്. ഒളവട്ടൂർ ഒരു സ്കൂൾ അധ്യാപകനാണ്. ഇസ്ലാം മതത്തെക്കുറിച്ചുള്ള ഒരു സംശയമാണ് എനിക്ക്. പലിശയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. ഇസ്ലാമിൽ പലിശ നിഷിദ്ധമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. വാങ്ങുന്നതും കൊടുക്കുന്നതും ഇത് കാലഘട്ടത്തിന് യോജിച്ചതാണോ? ഇതുമായി ബന്ധപ്പെട്ട് ഖുറാനിൽ എന്താണ് വിശദമാക്കിയത്? അറബി രാഷ്ട്രങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങനെയുള്ള ബാങ്കിങ് സംവിധാനം ഇസ്ലാം മതവിശ്വാസികൾ തുടങ്ങി അത് വിജയിപ്പിക്കാത്തത്? ബഹുമാന്യനായ രമേശൻ മാസ്റ്ററുടെ ചോദ്യം, ഇസ്ലാം പലിശയെക്കുറിച്ച് ഒരുപാട് പറയുന്നുണ്ട്. പലിശ വാങ്ങുന്നതും കൊടുക്കുന്നതുമെല്ലാം തെറ്റാണെന്ന് പറയുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രായോഗികമാണ്? അറബ് നാടുകളിൽ പലിശരഹിതമായ ബാങ്കിങ് സമ്പ്രദായമുണ്ടോ? ഇവിടെ എന്തുകൊണ്ടാണ് അത്തരം സമ്പ്രദായങ്ങൾ ഉയർന്നു വരാത്തത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. വളരെയേറെ പ്രസക്തമായ ചോദ്യം. പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 275-ാമത്തെ വചനത്തിൽ, വളരെ ദീർഘമായ വചനത്തിൽ പടച്ചതമ്പുരാൻ പലിശയും കച്ചവടവും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി രേഖപ്പെടുത്തുകയുണ്ടായി, പറഞ്ഞു തരികയുണ്ടായി. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കച്ചവടം അനുവദിക്കുകയും റിബ പലിശ നിരോധിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് അത്യന്താധുനിക എക്കണോമിക് സിസ്റ്റത്തിൽ ആധുനിക സാമ്പത്തിക ശാസ്ത്രപ്രകാരം എത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ് ഒന്നാമത്തെ ബഹുമാന്യനായ മാഷയുടെ ചോദ്യം. ഇന്നത്തെ എക്കണോമിക്സ്, ആധുനിക സാമ്പത്തിക വ്യവസ്ഥിതി പലിശാധിഷ്ഠിതമായൊരു വ്യവസ്ഥിതിയെയാണ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ പലിശാധിഷ്ഠിതമായ വ്യവസ്ഥിതിയുടെ സ്വാഭാവികമായ ഉപോൽപ്പന്നമാണ് സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റം എന്നുള്ളതും മൂന്നാം ലോക രാജ്യങ്ങളുടെ
അധോഗതി എന്നുമുള്ള വസ്തുത നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ആരംഭിച്ചിരിക്കുന്നു. മൂന്നാം ലോക രാജ്യങ്ങൾ അതെന്നും ഡെവലപ്പിംഗ് കൺട്രീസായി മാറണം, ഒരിക്കലും ഡെവലപ്ഡ് ആയിക്കൂടാ. ഈ ഡെവലപ്മെന്റ് ആവട്ടെ എന്താണ്, ആരാണ് നിശ്ചയിക്കുന്നത്? സാമ്രാജ്യത്വം നിശ്ചയിക്കണം. ആ ഒരു തലത്തിലേക്ക് മൂന്നാം ലോക രാജ്യങ്ങളെ കൊണ്ടുപോകുന്നത് സത്യത്തിൽ പലിശാധിഷ്ഠിതമായ വ്യവസ്ഥിതിയാണ് എന്ന് ലോക എക്കണോമിക് സിസ്റ്റത്തിൻ്റെ പ്രഗത്ഭരായ വക്താക്കൾ തിരിച്ചറിയാൻ ആരംഭിച്ചിരിക്കുന്നു. പലിശരഹിതമായൊരു സാമൂഹ്യ വ്യവസ്ഥിതിക്ക് മാത്രമേ ഇന്ന് എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് കാണുന്ന ക്രൈസിസുകൾക്ക് അഥവാ സാമ്പത്തിക രംഗത്ത്, ലോക സാമ്പത്തിക രംഗത്ത് കാണുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിലുള്ള പലിശ ഇടപാട് മാത്രമല്ല, നമുക്ക് നമ്മുടെ ചുറ്റുപാടും തന്നെ അറിയാം. ഒരു പ്രയാസത്തിൽ പലിശക്കൊരൽപ്പം പണം കടം വാങ്ങിയ മനുഷ്യൻ അവസാനം കിടപ്പാടം പോലും എഴുതി കൊടുത്ത് നാട് തെണ്ടേണ്ടി വരുന്ന അവസ്ഥാവിശേഷം എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റും. എന്തുകൊണ്ടിതുണ്ടാകുന്നു? എന്തുകൊണ്ടുണ്ടാകുന്നു? ചോദ്യത്തിനുത്തരം പലിശ എന്ന സാമ്പത്തിക പിശാച്. ആ സാമ്പത്തിക പിശാച് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നാം മനസ്സിലാക്കണം. ലോകത്തെ പലിശ വ്യവസ്ഥിതിയെ താങ്ങി നിർത്തുന്നത് സത്യത്തിൽ സയണിസവും അതേപോലെ തന്നെ ഫ്രീമൈസണറിയുമാണ്. ഫ്രീമൈസണറി പ്രസ്ഥാനമാണ് പലിശാധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് കൃത്യമായ രേഖയുണ്ടാക്കി ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും അതിലേക്ക് എല്ലാ രാജ്യങ്ങളെയും എല്ലാവരെയും ആകർഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രീമൈസണറിയുടെ ബ്രെയിൻ, തലച്ചോറ് ഇസ്രായേലാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ ഇസ്രായേൽ യൂതരാഷ്ട്രം എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഇസ്രായേൽ രാഷ്ട്രം ലോകത്തെ പലിശയുടെ കുത്തകക്കാർ ഷൈലോക്ക്, നമുക്കറിയാം, പലിശയുടെ പ്രതിനിധിയായി ഷേക്സ്പീരിയൻ നാടകങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഷൈലോക്ക്. ആ ഷൈലോക്കിൻ്റെ പിന്മുറക്കാർ സ്വന്തം രാജ്യത്ത് ഇന്ന് പലിശരഹിതമായ ബാങ്കിങ് സമ്പ്രദായം ആരംഭിക്കുകയല്ല, പ്രയോഗവൽക്കരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിന്ന് നെഗറ്റീവ് പലിശയാണ്. പണം ബാങ്കിൽ നിക്ഷേപിക്കണം, അങ്ങോട്ട് കാശ് കൊടുക്കണം. എന്താ കാരണം? രാജ്യത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് പലിശാധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതി തടസ്സമാണ് എന്ന് തിരിച്ചറിയാൻ ലോകവ്യാപകമായി പലിശയെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, കച്ചവടം അനുവദനീയം, പക്ഷേ പണം ഉപയോഗിച്ചുള്ള കച്ചവടമുണ്ടല്ലോ, അത് അനുവദനീയമല്ല. പണം ഉപയോഗിച്ചുള്ള കച്ചവടമാണ് പലിശ. എന്താ പലിശയുടെ പ്രശ്നം? പലിശയുടെ പ്രശ്നം മറ്റൊന്നുമല്ല, സമ്പത്തിനെ സമൂഹത്തിൽ റിവോൾവ് ചെയ്യപ്പെടുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുകയും സമ്പത്തിനെ പ്രൊഡക്റ്റീവ് അല്ലാതാക്കി മാറ്റുകയും മറിച്ച് ആളുകളെ അലസന്മാരാക്കി തീർക്കുകയും ചെയ്യുന്ന ഒരു വശത്ത്, മറ്റൊരു വശത്ത് പാവപ്പെട്ടവനെ ചൂഷണം ചെയ്യുകയും അവനെ എന്നും പാവപ്പെട്ടവനായി, എന്നും പ്രയാസം സഹിക്കുന്നവനായി, എന്നും അടിമയായി നിലനിർത്തുകയും ചെയ്യുന്നു. ഈ പലിശ വ്യവസ്ഥിതിയുടെ അടിവേര് ഇസ്ലാം മറച്ചു കളഞ്ഞു. പക്ഷേ ആധുനിക സാമ്പത്തിക വ്യവസ്ഥിതിയെ താങ്ങി നിർത്തുന്ന തൂണുകളെല്ലാം തന്നെ പലിശയിൽ നിന്ന് ഉയർക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ പലിശരഹിതമായൊരു സാമ്പത്തിക വ്യവസ്ഥിതിയെക്കുറിച്ച് ആധുനിക ലോകത്തിന് മൊത്തത്തിൽ ചിന്തിക്കാനേ കഴിയുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. നമ്മൾ ഒരു പ്രശ്നമുണ്ടാക്കുന്നു, ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഇതല്ലാത്ത എന്ത് പരിഹാരം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു പ്രശ്നത്തിന് നടുവിൽ നിന്നിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കി തരുന്ന പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക വ്യവസ്ഥിതി തന്നെ പലിശാധിഷ്ഠിതമാണ്. ആ പലിശാധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥിതിക്ക് പുറത്തുപോയി യഥാർത്ഥത്തിൽ പലിശരഹിതമായൊരു സാമ്പത്തിക വ്യവസ്ഥിതിയെ നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമേ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ചൂഷണരഹിതമായ സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടായി വരികയുള്ളൂ. പലിശരഹിതമായ ഇസ്ലാമിൻ്റെ ആദർശങ്ങളിൽ ആകൃഷ്ടരായി ഇസ്ലാം സ്വീകരിച്ച ഡോക്ടർ ഡേവിഡ് മൂസ പിഡ്കോക്ക് കേരളത്തിൽ വന്നപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ്
എറണാകുളത്ത് വെച്ച് നടന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പലിശ വ്യവസ്ഥിതിയുടെ ക്രൂരമായ കൈകളെക്കുറിച്ച്, ദ്രംഷ്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ വാചാലമായി സംസാരിക്കുകയുണ്ടായി. ഞാൻ സൂചിപ്പിക്കുന്നത് അദ്ദേഹം ഇസ്ലാമിലേക്ക് ആകൃഷ്ടനാകാൻ തന്നെ കാരണം പലിശയെക്കുറിച്ചുള്ള ഇസ്ലാമികമായ നിർദ്ദേശങ്ങളാണ്. ഒരു ദിവ്യമായ ദൈവികമായ ആദർശത്തിനല്ലാതെ ഒരിക്കലും പലിശരഹിതമായൊരു സാമ്പത്തിക വ്യവസ്ഥിതിക്ക് ആവശ്യമായി ഇത്രയും സമഗ്രമായ ദർശനം മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഈ പലിശരഹിതമായ സാമ്പത്തിക സംവിധാനം ഇത് ആധുനിക സമൂഹത്തിലും പ്രായോഗികം തന്നെയാണ്. ഇങ്ങനെ എല്ലാമുള്ള സാമ്പത്തിക വ്യവസ്ഥിതി പലിശാധിഷ്ഠിതമാണെങ്കിലും ആധുനിക സമൂഹത്തിലും സമാന്തരമായ സാമ്പത്തിക സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സുഹൃത്ത് ചോദിച്ചല്ലോ, അറേബ്യൻ നാടുകളിൽ പലിശരഹിതമായ സാമ്പത്തിക സംവിധാനമുണ്ടോ? തീർച്ചയായും ഉണ്ട്. പല രാജ്യങ്ങളിലുമുണ്ട്. സൗദി അറേബ്യയിൽ ഉള്ളത് നേരിട്ട് എനിക്കറിയാം. അതേപോലെ തന്നെ കുവൈത്തിലുള്ളത് നേരിട്ടറിയാം. അതേപോലെ ഇസ്ലാമിക് ബാങ്കിങ് സമ്പ്രദായം ഖത്തറിലും മറ്റ് പല പ്രദേശങ്ങളിലും ഉള്ളത് നേരിട്ടറിയാം. അപ്പോൾ അവിടെ പലിശാധിഷ്ഠിതമായ സാമ്പത്തിക സംവിധാനമുണ്ട് പല സ്ഥലങ്ങളിലും. പക്ഷെ അതിന് സമാന്തരമായി തന്നെ പലിശരഹിതമായ സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെട്ട് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് പലിശരഹിതമായ സാമ്പത്തിക സംവിധാനങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഇന്ത്യയിലെ ഒരു ബാങ്കിങ് സിസ്റ്റം തുടങ്ങണമെങ്കിൽ ആദ്യം റിസർവ് ബാങ്കിൻ്റെ അനുമതി വേണം. റിസർവ് ബാങ്ക് പലിശരഹിതമായ സാമ്പത്തിക സംവിധാനങ്ങൾക്ക് അനുമതി നൽകുന്ന ഒരവസ്ഥയിലല്ല എന്നുള്ളത് നമ്മൾ ആ ബന്ധവുമായി വലിയ സാമ്പത്തിക സംവിധാനങ്ങൾ ഇത്തരം സിസ്റ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ട് തന്നെ, റിസർവ് ബാങ്കുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ സാമ്പത്തിക സംവിധാനങ്ങൾക്ക് വലിയ സംവിധാനങ്ങൾക്ക് അനുമതി നൽകാൻ റിസർവ് ബാങ്ക് സന്നദ്ധമല്ല. എന്നാൽ പ്രാദേശികമായി പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കുവാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എങ്കിലും പലിശയിൽ നിന്ന് പലിശ വാങ്ങി 1000 രൂപയ്ക്കും 2000 രൂപക്കും 5000 രൂപക്കും ഏതെങ്കിലും ഒരു രോഗി ഉണ്ടാകുമ്പോൾ ആ രോഗത്തിന് ചികിത്സിക്കുവാൻ വേണ്ടി വട്ടിക്കാരൻ്റെ അടുത്ത് പോയി പലിശ വാങ്ങി അയാൾക്ക് ജീവിതത്തെ അധ്വാനിച്ച് അധ്വാനത്തിൻ്റെ വിയർപ്പിൽ നിന്ന് കൊടുത്ത് നട്ടലൊടിഞ്ഞ് അവസാനം കൊടുക്കാൻ വയ്യാതെ വീടും പറമ്പും പണയം വെക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ വീടും പറമ്പും വിൽക്കേണ്ടി വരുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടി വരുന്ന വളരെ പ്രയാസകരമായ അവസ്ഥക്ക് മാറ്റം വരുത്തുവാൻ ഓരോ പ്രദേശത്തുമുള്ള മുസ്ലിം സംഘടനകൾ വിചാരിച്ചാൽ തീർച്ചയായും സാധിക്കും. ഓരോ പ്രദേശത്തും ചെറിയ ചെറിയ പലിശരഹിതമായ സാമ്പത്തിക സംവിധാനങ്ങൾ ഉണ്ടാകണം. മുസ്ലിം സമൂഹത്തിൻ്റെ നേർക്കാണ് രമേശൻ മാഷ് വിരൽ ചൂണ്ടിയിട്ടുള്ളത്. പലിശരഹിതമായ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ച് ഒരുപാട് പറയുന്ന, ചൂഷണരഹിതമായ സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ച് പറയുന്ന ഇസ്ലാമിക പരിശുദ്ധ ഖുർആന്റെ അനുയായികൾക്കിടയിൽ അത്തരം സംവിധാനങ്ങൾ എവിടെയെന്നാണ് ചോദ്യം. ആ സംവിധാനങ്ങൾ എവിടെയെന്ന ചോദ്യം ഇസ്ലാമിക സംഘടനകളുടെ ഹൃദയത്തിനകത്ത് പ്രകമ്പനം സൃഷ്ടിക്കുകയും ഓരോ പ്രദേശത്തും ചെറുതും വലുതുമായ പലിശരഹിത സാമ്പത്തിക സംരംഭങ്ങൾ ആരംഭിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഖുർആനിൻ്റെ ആയത്തിനെ, ഖുർആനിൻ്റെ പരാമർശങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ പകർത്തുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ വിഷയകമായി സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് ഗവി ഗണേശൻ, ഉള്ളണത്താണ്. ഇസ്ലാമിനെ പറ്റി കുറച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ വഴി തെറ്റിലേക്കാണല്ലോ ഇന്ന് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നിങ്ങളെ ഇതിൽ തന്നെ നമ്മൾ കേട്ടു ഇതിൻ്റെ പിന്നിൽ ഒരു ഇബിലീസ് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഇബിലീസ് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ആ ഇബിലീസിനെ ഇല്ലാതാക്കി കൂടെ ഇരുന്നോ എങ്കിൽ മനുഷ്യൻ വഴി തെറ്റിപ്പോയില്ലല്ലോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അതിന് വ്യക്തമായൊരു മറുപടി കിട്ടിയാൽ. സുഹൃത്തിൻ്റെ ചോദ്യം, എല്ലാം സൃഷ്ടിച്ച കരുണാപരനായ തമ്പുരാന് ഇബ്ലീസിനെ ഇല്ലാതാക്കി കൂടായിരുന്നു എന്ന്. എന്നാൽ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ലൊരു ചോദ്യമാണത്. തീർച്ചയായും ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, സൃഷ്ടാവായ തമ്പുരാനോടാണ്. പക്ഷേ ഈ സൃഷ്ടാവായ തമ്പുരാനോടുള്ള ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇബ്ലീസ് ഉണ്ട്, അല്ലെങ്കിൽ പൈശാചിക ശക്തികളുണ്ട് മനുഷ്യനെ തിന്മയിലേക്ക് ആകർഷിക്കാൻ. ഇതുണ്ടായിട്ട് വേറൊരു ജീവി വർഗത്തെയും തിന്മയിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടില്ല. വേറൊരു ജീവി വർഗത്തെയും അത് ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ലോകത്ത് എത്ര ജീവിവർഗങ്ങളുണ്ട് അല്ലേ?
ചെറുതും വലുതുമായ ജീവിവർഗങ്ങൾ, അമീബ മുതൽ നീലത്തിമിംഗലം വരെയുള്ള ജീവിവർഗങ്ങൾ, ഏകകോശ ജീവി മുതൽ അല്ലെങ്കിൽ അമീബയേക്കാൾ ചെറിയ വൈറസിനെ പോലെയുള്ള ഒരു കോശമുണ്ടെന്ന് പറയാൻ പോലും പറ്റാത്ത ജീവി മുതൽ ഭീമാകാരമായ നീലത്തിമിംഗലം വരെയുള്ള ജീവികൾ. ആ ജീവികളെ ഒന്നിനും വഴിതെറ്റിക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. അവ എന്താണ്? പ്രകൃതിയുടെ ഭാഗമാണ്. അവക്ക് നൽകപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നന്മയും തിന്മയും പ്രവർത്തിക്കുവാൻ പടച്ചതമ്പുരാൻ കഴിവ് നൽകിയത് കൊണ്ടാണ് അവൻ തെറ്റിലേക്ക് പോകുന്നത്. ഇവിടെ പൈശാചിക ശക്തി ഇല്ലെങ്കിലും അവന് തെറ്റ് ചെയ്യുവാൻ, സെലക്ട് ചെയ്യുവാൻ അഥവാ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടതുകൊണ്ട് തന്നെ അവന് തെറ്റ് ചെയ്യാൻ കഴിയും. പൈശാചിക ശക്തി എന്താ ചെയ്യുന്നത്? തെറ്റിലേക്ക് മനുഷ്യരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. മനുഷ്യനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രം. അവിടെ മനുഷ്യാസ്തിത്വത്തിൻ്റെ സവിശേഷതയാണ് നന്മ ചെയ്യുവാൻ കഴിയുമെന്നതും തിന്മ ചെയ്യുവാൻ കഴിയുമെന്നതും. പരിശുദ്ധ ഖുർആൻ മനുഷ്യാസ്തിത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ രണ്ട് ആത്യന്തികതകളെയും കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഖുർആനിലെ 95-ാമത്തെ അധ്യായം സൂറത്തു തീനിലെ 4-5 വചനങ്ങളാണ്. മനുഷ്യനെ ഏറ്റവും ഉന്നതമായ രീതിയിൽ പടച്ചവൻ സൃഷ്ടിച്ചു, അവനിൽ അധമനാക്കുകയും ചെയ്തു. ഈ രണ്ട് അസ്തിത്വങ്ങളും മനുഷ്യനുള്ളതാണ്. നമുക്കറിയാലോ, ജീവിവർഗത്തിലൊന്നും തന്നെ ചീത്ത ജീവിയും നല്ല ജീവിയുമില്ല. ജൈവലോകത്തൊന്നും തന്നെ ചീത്ത ജീവി നല്ല ജീവിയുണ്ടോ? ഇല്ലല്ലോ. കാട്ടിൽ നമ്മൾ ഈ സോപ്പ് കഥകളിലും പഞ്ചതന്ത്രം കഥകളിലും നമ്മൾ പറഞ്ഞതാണ് അവിടുത്തെ നല്ല സിംഹത്തെയും ചീത്ത സിംഹത്തെയും കുറിച്ച്. നമ്മൾ പറഞ്ഞതാണ് കുറുക്കനെ മന്ത്രിയാക്കിയതും രാജാവായിട്ട് സിംഹത്തിനാക്കിയതും നമ്മളെ കഥാകാരന്മാരാണ്. പാവം കുറുക്കന് പറഞ്ഞിട്ടില്ല, സിംഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെയൊന്നും തന്നെ തിന്മയില്ല. തിന്മയില്ല എന്ന് പറഞ്ഞാൽ അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ച് അവ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ലോകത്തോ മനുഷ്യന് ഇതേപോലെയുള്ള പ്രഭാഷണങ്ങൾ ആവശ്യമായി വരുന്നു, വിദ്യാലയങ്ങളിൽ പോകേണ്ടി വരുന്നു, പോലീസ് സ്റ്റേഷൻ വേണ്ടി വരുന്നു, നിയമകൂടങ്ങൾ വേണ്ടി വരുന്നു, ഭരണകൂടങ്ങൾ വേണ്ടി വരുന്നു. ഇല്ലെങ്കിലോ സർവത്ര കുഴപ്പമായിരിക്കും. ജീവികളുടെ ലോകത്ത് പോലീസ് സ്റ്റേഷനുണ്ടോ? നിയമകൂടുണ്ടോ? ഭരണകൂടുണ്ടോ? ആരെങ്കിലും ഭരിക്കാനുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അവിടെ ഒരു കുഴപ്പമില്ല. മനുഷ്യൻ്റെ ലോകത്ത് ഒരു 5 മിനിറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ലോകത്ത് ഒന്നിച്ചെല്ലാ UN ഒന്നിച്ച് പാസ്സാക്കി ഒരു 5 മിനിറ്റ് നേരം, 5 മിനിറ്റ് മതി, കൂടുതലൊന്നും വേണ്ട. ആർക്കും എന്തും ഇഷ്ടമുള്ളത് ചെയ്യാം. എന്തായിരിക്കും അവസ്ഥ? ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമി തന്നെ ചിലപ്പോൾ താറുമാറായി പോകും, അല്ലേ? ഭൂമി തന്നെ നിലനിൽക്കൂല ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ വേണ്ടി എല്ലാവരും വിട്ടാൽ. ആ മനുഷ്യൻ്റെ കുലത്തിൽ മാത്രമാണ് ആ സവിശേഷത. ഞാൻ സൂചിപ്പിക്കുന്നത് മനുഷ്യന് ദൈവം തമ്പുരാൻ നൽകിയ ബഹുമാന്യതയാണ്, ദൈവം തമ്പുരാൻ മനുഷ്യന് നൽകിയ സവിശേഷതയാണ് ഈ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് മനുഷ്യന് തെറ്റുകാരനും നന്മ ചെയ്യുന്നവനുമാകാൻ കഴിയുന്നത്. അത് മനുഷ്യാസ്തിത്വത്തിൻ്റെ സവിശേഷതയാണ്, ബഹുമാന്യതയാണ്, ഔന്നത്യമാണ്. മലക്കുകളോട്, മാലാഖമാരോട് ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുമ്പോൾ പടച്ചതമ്പുരാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ പറഞ്ഞയക്കാൻ പോവുകയാണെന്ന്. ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താ? സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിന്, സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട, പ്രകൃതിയെ ഉപയോഗിക്കുവാനും ഉപഭോഗിക്കുവാനും കഴിയുന്ന ജീവി. ഇത് മനുഷ്യൻ്റെ മാത്രം സവിശേഷതയാണ്. ആ മനുഷ്യന് നന്മ ചെയ്ത് ഉന്നതനാകാൻ കഴിയും, തിന്മ ചെയ്ത് അധമനാകാൻ കഴിയും. ആ മനുഷ്യൻ്റെ ഈ സവിശേഷതയുള്ളത് കൊണ്ടാണ് പൈശാചിക ശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അത് പിശാച് മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ സർവശക്തനായ തമ്പുരാൻ മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി തന്നെ ഒരു കൂട്ടുകാരനെ മനുഷ്യ ഓരോ വ്യക്തിയോടൊപ്പവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ? മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുവാൻ പൈശാചികമായ ശക്തികൾ പരിശ്രമിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഓരോ വ്യക്തിയോടൊപ്പവും സർവേശ്വരനായ തമ്പുരാൻ അവനെ നന്മയിലേക്ക് പ്രലോഭിപ്പിക്കുവാൻ, നന്മയിലേക്ക് കൊണ്ടുപോകുവാൻ, നന്മയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, നന്മയിലേക്ക് അവൻ്റെ മനസ്സിനെ, അവൻ്റെ ശരീരത്തെ കൊണ്ടുപോകുവാൻ വേണ്ടി ഒരു നന്മയുടെ ശക്തിയെ, നന്മയുടെ മാലാഖയെ നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പടച്ചോൻ ഇവിടെ അനീതി കാണിച്ചിട്ടില്ല. അതേസമയം നമുക്കെല്ലാം ഉണ്ടാവാറുണ്ടല്ലോ ഈ നന്മയുടെ ശക്തി നമ്മളോടൊപ്പം ഉള്ളത് കൊണ്ടാണ് ആദ്യത്തെ തെറ്റ് ചെയ്യുമ്പോൾ, ഏത് തെറ്റാവട്ടെ, ഏത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുള്ള ഏത് കർമ്മമാണെങ്കിലും ആദ്യത്തെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു മനസാക്ഷി കുത്താണല്ലേ.
അങ്ങോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു മനസാക്ഷി കുത്ത. എന്താ ഈ മനസാക്ഷി കുത്ത്? അടിസ്ഥാനപരമായി മനുഷ്യനെ നന്മയിലേക്ക് പിടിച്ചു വലിക്കുന്ന ഘടകങ്ങൾ പടച്ച തമ്പുരാൻ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മുടെ താല്പര്യത്തിന്, നമ്മുടെ ഭൗതികമായ ഇച്ഛക്ക്, നമ്മുടെ ശാരീരികമായ കേവലമായ മൃഗീയ തൃഷ്ണകൾക്ക്, പൈശാചിക തൃഷ്ണകൾക്ക് വശംവദമായി നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുറ്റക്കാർ നമ്മൾ തന്നെയാണ്. പിശാചിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ അതിൻ്റെ പേരിൽ ദൈവം തമ്പുരാൻ അവനെ വിട്ടതുകൊണ്ട് അവനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. കുറ്റക്കാർ നമ്മളാണ്. നമ്മെ നന്മയിലേക്ക് കൊണ്ടുപോകുവാനും തിന്മയിലേക്ക് കൊണ്ടുപോകാനും ശക്തികളുണ്ട്. നന്മ എന്താണ് തിന്മ എന്താണെന്ന് ദൈവം തമ്പുരാൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്മാർ അക്കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്. കൃത്യമായ പ്രമാണങ്ങൾ അവതരിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രലോഭനങ്ങൾക്ക് വശംവദമാക്കുന്നുവെങ്കിൽ അതിന് കുറ്റക്കാർ നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.